അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഞാനിവിടെ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്ന വിഷയം നമ്മുടെ കേൾവിയും കാഴ്ചയും ഖുർആനുമായി അല്ലെങ്കിൽ ഖുർആനിൽ പരാമർശിച്ചിട്ടുള്ള ചില കാര്യങ്ങളെ നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട അള്ളാഹുവിൻ്റെ ഏറ്റവും വലിയ അനുഗ്രഹങ്ങളിൽ ഉൾപ്പെടുന്ന കേൾവിയും കാഴ്ചയും എന്ന വിഷയമാണ്. അതിൽ തന്നെ കാഴ്ചയിലേക്ക് എൻ്റെ സംസാരം എത്തുമോ എന്നറിയില്ല. കാരണം കേൾവിയെക്കുറിച്ച് തന്നെ ചില കാര്യങ്ങൾ പറയാനുണ്ട്. വിശുദ്ധ ഖുർആനിൽ മനുഷ്യനോട് അവൻ്റെ ശരീരത്തിലേക്ക് നോക്കാൻ വേണ്ടി പറയുന്നുണ്ട്. വഫി അൻഫുസിക്കും അഫലാ തുബ്സിറൂൻ. നമ്മുടെ ശരീരം ഒരത്ഭുതമാണല്ലോ. ആ അത്ഭുതങ്ങളിൽ ഓരോന്നിനെയും കുറിച്ച് പരിശോധിക്കുമ്പോഴാണ്, ആഴത്തിൽ ചിന്തിക്കുമ്പോഴാണ് മനുഷ്യൻ എത്ര വലിയ അത്ഭുതമാണ് എന്ന് നമുക്കറിയാൻ കഴിയുക. ഏതുപോലെ അള്ളാഹു ആരാണ് എന്ന് കൃത്യമായി അറിയണമെങ്കിൽ അള്ളാഹുവിൻ്റെ അസ്മാഉകൾ ഓരോന്നും അവൻ്റെ സിഫാത്തുകൾ ഓരോന്നും വിശദമായി പഠിക്കുമ്പോഴാണ് ആരാണ് യഥാർത്ഥത്തിൽ അള്ളാഹു എന്ന് നമ്മൾക്ക് ബോധ്യപ്പെടുക. അപ്പോൾ നമുക്കറിയാം, പഞ്ചേന്ദ്രിയങ്ങൾ എത്ര എണ്ണമാണ്? അതിൽ തന്നെ ഉണ്ടല്ലോ അല്ലേ? അത് ഏതൊക്കെയാണ്? ഇതെന്താ പറയുക, ഞാൻ അങ്ങനെ ചോദിക്കണേ, എനിക്കൊരു സൗകര്യമുണ്ട്. കണ്ണ്, കാത് അല്ലേ, ത്വക്ക്, നാവ്, മൂക്ക്, ഇതാണ്. അപ്പോൾ അതിൽപ്പെട്ട ഒന്നാണ് കേൾവി. ഇപ്പോൾ വിശുദ്ധ ഖുർആനിൽ ഉദ്ന് എന്നതാണ് ചെവിക്ക് പറയുക. പക്ഷെ ഉദ്ന് എന്നത് പ്രയോഗിച്ചത് വളരെ കുറവാണ്. പിന്നെന്താ പ്രയോഗിച്ചത്? സമഅൻ. സമഅ എന്ന് പറഞ്ഞാൽ കേൾവിയാണ്. അതിന് പല കാരണങ്ങളുണ്ടാകാം. അതിലൊന്ന്, കേവലം ഒരു ചെവിയുടെ ആകൃതി ഇവിടെ ഉണ്ടായിട്ട് വലിയ കാര്യമൊന്നുമില്ല. അതുകൊണ്ട് കേൾവി ശക്തിയില്ലെങ്കിൽ, അപ്പോൾ കേൾവിക്കാണ് പ്രധാനം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ വിശുദ്ധ ഖുർആനിൽ കേൾവിയുമായി ബന്ധപ്പെട്ടുകൊണ്ടും അല്ലെങ്കിൽ ആ പദവും അത്തരം ആശയങ്ങളും ഉൾക്കൊള്ളുന്ന പദങ്ങൾ, സമഅ എന്നുള്ളതിനോട് യോജിച്ചു വരുന്ന, അറബിയിൽ മുഷ്തഖാത്ത് എന്ന് പറയും, അങ്ങനെയുള്ള പദങ്ങൾ ഏകദേശം 185 പദങ്ങളാണ് വരുന്നത്, അല്ലെങ്കിൽ സ്ഥലങ്ങളിൽ. അപ്പോൾ അത് കേൾവിയുടെ ഒരു പ്രാധാന്യത്തെ കൂടി സൂചിപ്പിക്കുന്നുണ്ടല്ലോ. അത്രയും, കാരണം ഖുർആനിൽ ഒരു കാര്യം ഒരു പ്രാവശ്യം വന്നാൽ തന്നെ അത് വളരെ പ്രാധാന്യമുള്ളതാണ്. അപ്പോൾ 185 പ്രാവശ്യം ഒരു വിഷയം പ്രതിപാദിക്കുക എന്ന് പറയുമ്പോൾ അത് ഏറെ പ്രാധാന്യമുള്ള ഒന്നാണ്. അതുകൊണ്ട് തന്നെ നമ്മളിത് പഠിക്കുമ്പോൾ അങ്ങനെ ഒരു പ്രാധാന്യം കൂടി അതിനുണ്ട്. ഇത്രയും പ്രാവശ്യം പരാമർശിക്കപ്പെട്ട ഒരു വിഷയമാണ് നമ്മൾ പഠിക്കുന്നത് അല്ലെങ്കിൽ മനസ്സിലാക്കുന്നത്. ഇനി നമ്മുടെ ചെവി അല്ലെങ്കിൽ കേൾവി, ഈ കേൾവി എന്തിനാണ്, അല്ലെങ്കിൽ കാത് എന്തിനാന്ന് ചോദിച്ചാൽ പെട്ടെന്ന് നമ്മൾ പറയുക കേൾക്കാനാണ്. ഇപ്പോൾ കുറേ ആളുകൾക്ക് ഈ തലചുറ്റലൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ഡോക്ടറെ സമീപിക്കുമ്പോൾ അവിടെ ബാലൻസിങ്ങിൻ്റെ ഒരു പ്രശ്നം പറയാറുണ്ട്. അത് ചെവിയുമായി ബന്ധപ്പെട്ടാണ് അല്ലേ? അപ്പോൾ ഇത് നമുക്ക് മനസ്സിലാവുന്നൊരു കാര്യം, മുമ്പൊന്നും ഡോക്ടർമാരോ അല്ലെങ്കിൽ ആരും അങ്ങനെ ചെവിയുമായി അതിന് വലിയ ബന്ധമുള്ളതായിട്ടൊന്നും പറഞ്ഞിട്ടില്ല. പുതിയ കാലത്താണ് നമ്മളത് കേൾക്കുന്നത്. അതിൻ്റെ അർത്ഥം എന്താ അറിയോ? നമ്മുടെ ശരീരങ്ങളിൽ നമ്മൾ പഠിച്ചതിനേക്കാൾ ഇനിയും പഠിക്കാനുണ്ട്.
അതാണ് ഒരു പ്രധാനം. അപ്പം അതുകൊണ്ട് തന്നെ ഖുർആൻ പറയുന്നുണ്ട്, ഈ കേൾവി അത് യഥാർത്ഥത്തിൽ സത്യം മനസ്സിലാക്കാനുള്ള ഒരു നാഫിദയാണ്, വിൻഡോ ആണ്. നമ്മൾ സത്യം കണ്ടുകൊണ്ട് മാത്രമല്ല കേട്ടുകൊണ്ടും മനസ്സിലാക്കുന്നുണ്ടല്ലോ. കേട്ടുകൊണ്ടാണ് അധികം മനസ്സിലാക്കുന്നത്. ഖുർആനിലൊരു സ്ഥലത്ത് ഇങ്ങനെ പറയുന്നുണ്ട്, വഇൻ അഹദും മിനൽ മുശ്രിക്കീന ഇസ്തജാറക ഫഅജിർഹു. വഇൻ അഹദുൻ മിനൽ മുശ്രിക്കീൻ, മുശ്രിക്കീങ്ങളിൽ നിന്ന്, ബഹുദൈവ വിശ്വാസികളിൽ നിന്ന് ആരെങ്കിലും നബിയെ ഇസ്തജാറക, അങ്ങയുടെ അയൽപ്പക്കം ആവശ്യപ്പെടുകയാണെങ്കിൽ ഫഅജിർഹു, അവിടെ അയാൾ എന്ത് ചെയ്യണം? അയൽവാസിയാക്കണം. എന്നിട്ട് പറഞ്ഞൊരു കാര്യം എന്താ പറയുക? ഹത്താ യസ്മഅ കലാം അല്ലാഹ്. അതിൻ്റെ അർത്ഥം എന്താ? അള്ളാഹുവിൻ്റെ കലാം അവർ കേൾക്കാൻ എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഈ സത്യം മനസ്സിലാക്കാൻ ഏറ്റവും പ്രധാനം കേൾവി തന്നെയാണ്. അതിന് തഫ്സീറുകളിൽ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട്. ഇപ്പോൾ വിശുദ്ധ ഖുർആനിൽ തന്നെ ഞാൻ ഈ പറഞ്ഞതിനോടൊപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ, ഇത് ഞാൻ പറയുമ്പോൾ ഇത് സാന്ദർഭികമായി പറയട്ടോ, ഇതൊരു സുന്നത്താണോ എന്ന് ചോദിച്ചാൽ അഭിപ്രായ വ്യത്യാസം ഉള്ള ഒരു വിഷയമാണ്. അപ്പം നമ്മുടെ ചെവിയിൽ ആദ്യം സത്യം കേൾപ്പിക്കുക എന്നതുകൊണ്ടാണ് ഒരു ജനിച്ച കുഞ്ഞിൻ്റെ ചെവിയിൽ ആദ്യമായി ബാങ്ക് കേൾപ്പിക്കാൻ പറഞ്ഞത് എന്ന് അനവധി ഹദീസുകളുണ്ട്. പക്ഷേ ചില ഹദീസുകളൊക്കെ ദുർബലമാണ്, അതിന് ചില വിഷയ പ്രശ്നങ്ങളുണ്ട് എന്ന് പറയുന്നുണ്ടെങ്കിലും തുർമുദിയും അബൂദാവൂദും റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസിൽ ഇങ്ങനെയുണ്ട്, റഅയ്തു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദന ഫി ഉദ്നിൽ ഹസൻ ബിൻ അലി ഹീന വലദത്തുഹു ഫാത്തിമ. ഫാത്തിമ റളിയല്ലാഹു അൻഹ ഹസൻ റളിയല്ലാഹു അൻഹുവിനെ പ്രസവിച്ച സന്ദർഭത്തിൽ ആ കുഞ്ഞിൻ്റെ ചെവിയിൽ ബാങ്ക് വിളിക്കുന്നതായി ഞാൻ കേൾക്കുകയുണ്ടായി എന്ന്. അപ്പോൾ ചില ആളുകൾ ചില സന്ദർഭങ്ങളിൽ നമ്മൾ കേട്ടിട്ടുണ്ട്, വലത് ചെവിയിൽ പിന്നെ ബാങ്കും ഇടത് ചെവിയിൽ ഇഖാമത്തും. ഇത് എൻ്റെ വിഷയവുമായി ബന്ധപ്പെട്ടതല്ല, ഞാൻ ഈ സത്യം കേൾപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് പറഞ്ഞ ഒരു കാര്യം, അതങ്ങനെ വായിച്ചു എന്നുള്ളൂ. ഇവിടെ ആണ് നമ്മളെ വിഷയം, കേൾവിയാണല്ലോ. ഖുർആൻ ഒരിടത്ത് ചോദിക്കുന്ന ഒരു ചോദ്യം, അമ്മ യംലിക്കുസ്സമഅ വൽ ബസറ, ആരാണ് കേൾവിയെയും കാഴ്ചയെയും ഉടമപ്പെടുത്തുന്നത്? അപ്പോൾ ഇത് അള്ളാഹു ആണ് എന്നുള്ളതൊരു പുതിയ കാര്യമല്ല കേട്ടോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിലെ മുശ്രിക്കുകളോട് ഈ ചോദ്യം ചോദിച്ചപ്പോൾ അതിനോടനുബന്ധമായ ചില ചോദ്യങ്ങൾ കൂടെ ആ ആയത്തിലുണ്ട്. അപ്പോൾ അവർ പറഞ്ഞത് അള്ളാഹു ആണ് എന്നാണ്. അങ്ങനെ ഖുർആനിൽ കുറേ വിഷയങ്ങൾ, ഇപ്പോൾ വെള്ളം, ഈ വെള്ളം വറ്റിപ്പോയാൽ ആരാണ് നിങ്ങൾക്കത് കൊണ്ടുതന്ന് തരിക, അങ്ങനെ ചോദിക്കുന്നുണ്ടല്ലോ. അതേപോലെ തന്നെ കേൾവിയെക്കുറിച്ചും ചോദിക്കുന്നുണ്ട്. ഇപ്പോൾ കേൾവി എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ ഒരാൾക്ക് കേൾവി, ഇപ്പോൾ കേൾവി കുറവാണെങ്കിൽ ആ കേൾവി വർദ്ധിപ്പിക്കാനുള്ള ഉപകരണങ്ങളുണ്ട്. പക്ഷേ തീരെ കേൾവി ഇല്ലാത്തൊരാൾക്ക് നിലവിൽ കേൾവി ഉണ്ടാക്കാനുള്ള സൗകര്യങ്ങളുണ്ടോ? എന്നേക്കാൾ ആ വിഷയത്തിൽ ഒരു പക്ഷേ ഞങ്ങൾ അറിവുള്ള ആൾക്കാരുണ്ടാവും, ഡോക്ടർമാരോ അങ്ങനെയുള്ള ആൾക്കാർ. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇല്ല എന്നുള്ളതാണ്. എന്നാൽ ഒരു 50%, 70% ഒക്കെ കുറവാണെങ്കിൽ അത് ഇൻക്രീസ് ചെയ്യാനുള്ള ഉപകരണങ്ങളുണ്ട്. അതിനും ലക്ഷങ്ങൾ കൊടുക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ ഒരു സുഹൃത്ത് ഉമ്മാക്ക് ഫോൺ ചെയ്യുന്ന സമയത്ത് സൗദിയിൽ നിന്ന്, റിയാദിൽ നിന്ന്, അപ്പോൾ അവന് ചിലതൊക്കെ ഇങ്ങനെ ആവർത്തിച്ച് പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്താ ആവർത്തിച്ച് സംസാരം കഴിഞ്ഞിട്ട്? അപ്പോൾ ഉമ്മാക്ക് കേൾക്കുന്നില്ല. അപ്പോൾ ഉമ്മ നേരത്തെ ഈ ഉപകരണം വെക്കുന്നുണ്ട്, പക്ഷേ അതിൻ്റെ ബാറ്ററി അല്പം ഡൗൺ ആയിപ്പോയതുകൊണ്ട് കേൾവി പറയുന്നത് പോലെ അല്ലെങ്കിൽ ഉദ്ദേശിച്ച പോലെ കേൾക്കുന്നില്ല. ഞാൻ പറഞ്ഞു വന്നെന്താ അറിയാം, ഇപ്പം നമ്മൾ കണ്ടുപിടിക്കുന്ന ഉപകരണങ്ങൾ പോലും അത്രയേ ഉള്ളൂ എന്നുള്ളതാണ്.
അപ്പോൾ ഇവിടെ അമ്മ യംലിക്കുസമ, ആരാണ് കേൾവിയെ ഉടമപ്പെടുത്തുന്നത് എന്ന് ചോദിച്ചാൽ ഒരേ ഒരു ഉത്തരവുള്ളൂല്ലോ, അതാരാ? അള്ളാഹുവാണ്. ഇപ്പോൾ ഈ കേൾവിയും അതേപോലെ തന്നെ കാഴ്ചയും ഖുർആനിൽ പറഞ്ഞ സ്ഥലങ്ങളിൽ ഏതാ അധിക സ്ഥലങ്ങളിലും ആദ്യം പറഞ്ഞത് അറിയാം നിങ്ങൾക്ക്? കേൾവിയല്ലേ? കേൾവിയാണ്. ഏതെങ്കിലും ഒരു ഉദാഹരണം, ഞാൻ ഈ ആദ്യോദ്യ ആയത്തല്ലാത്തൊരു ഉദാഹരണം ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? അങ്ങനെ കേട്ടില്ല. ഇപ്പം എല്ലാവർക്കും അറിയാം. അതിലൊക്കെ എന്താ ആദ്യം? കേൾവിയെക്കുറിച്ചാണ് പറയുന്നത്. എന്താണ് അങ്ങനെ പറയാനുള്ള കാരണം? എന്തുകൊണ്ടാണ് ഈ കേൾവി കാഴ്ചയേക്കാൾ അതിനൊരു മുൻഗണനയോ പ്രാധാന്യമോ കൊടുത്തിട്ടുള്ളത് എന്നതിന് ചില കാരണങ്ങൾ ഉണ്ടാവുമല്ലോ. ആരെങ്കിലും വായിച്ചതിൽ എന്തെങ്കിലും അറിയോ? ഇല്ല. ഉണ്ടോ? ആദ്യമുണ്ടായ ഊർജം സൗണ്ടാണ്. പിന്നെ വേറെ ഉണ്ടോ? ശരിയാണ്. പിന്നെ ശരി. അപ്പോൾ ഇവിടെ ഈ ആയത്തിനെ അല്ലെങ്കിൽ ഇപ്പം നമ്മൾ ഈ വന്ന ഇത്തരം ആയത്തുകൾക്കുണ്ടല്ലോ ഈ മുൻഗണന കൊടുത്തുകൊണ്ട് വന്നു, അതാണ് അധികം. അപ്പോൾ ഇമാം ഖുർത്തുബി അതിനെക്കുറിച്ച് പറഞ്ഞത് എന്താ അറിയോ? ഈ കേൾവി അത് അസ്സംഉ യുദ്രിക്കു ബിഹി മിനൽ ജിഹാത്തി അസിത്ത വഫി അന്നൂർ വല്ലുൽമ എന്ന് പറഞ്ഞാൽ 6 ഭാഗങ്ങളിൽ നിന്നും നമുക്ക് കേൾക്കാൻ കഴിയുന്നത് കേൾവിയാണ്. എന്ന് പറഞ്ഞാൽ 6 ഭാഗങ്ങൾ നമുക്ക് കാണാൻ കഴിയില്ല. ഞാൻ പറയാം അതെന്താ. 6 ഭാഗങ്ങളിൽ നിന്ന്. അതേപോലെ തന്നെ പ്രകാശത്തിലും ഇരുട്ടിലും നമുക്ക് കേൾക്കാൻ കഴിയും. ഉദാഹരണം, ഇപ്പോൾ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ അറിയാം? ഞാനിവിടെ നിൽക്കും, എൻ്റെ മുൻഭാഗത്തുനിന്ന് എന്നെ വിളിച്ചാൽ ഞാൻ കേൾക്കും, പിൻഭാഗത്തുനിന്ന് വിളിച്ചാലും കേൾക്കും, വലത്തുനിന്ന് വിളിച്ചാലും ഇടത്തുനിന്ന് വിളിച്ചാലും മുകളിൽ നിന്ന് വിളിച്ചാലും താഴെന്ന് വിളിച്ചാലും ഞാൻ കേൾക്കും. എന്ന് പറഞ്ഞാൽ 1ാം ഫ്ലോറിലുള്ള ആൾ മേലെ ഫ്ലോറിലുള്ള ആൾ വിളിച്ചാൽ നമ്മൾ കേൾക്കുമല്ലോ. അതേപോലെ അപ്പോൾ എത്ര ഭാഗമായി? 6ആയി. അതുപോലെ തന്നെ ഇരുട്ടിൽ വിളിച്ചാലും കേൾക്കും, പിന്നെ വെളിച്ചത്ത് വിളിച്ചാലും കേൾക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ കേൾവിക്ക് അങ്ങനെ ഒരു പ്രാധാന്യം പ്രത്യേകതയുണ്ട്. പിന്നെ അദ്ദേഹം പറയുക വലാ യുദ്രിക്കു ബിൽ ബസർ ഇല്ലാ മിൻ ജിഹത്തി അൽ മുഖാബില വബിവാസിത്തത്തി മിൻ ളിയാഇൻ. എന്നാൽ കാഴ്ചയെ പറ്റി പറയുമ്പോൾ ഒരൊറ്റ ഭാഗം, നമ്മളെ നേരെ മുമ്പിലുള്ളതേ നമുക്ക് കാണാൻ പറ്റുള്ളൂ. അതിനും എന്തു വേണം? പ്രകാശം വേണം. എന്നാൽ കേൾവിയെ സംബന്ധിച്ച് 6 ഭാഗങ്ങളിൽ നിന്നും അതോടൊപ്പം തന്നെ പ്രകാശത്തിലും ഇരുട്ടിലുമൊക്കെ എന്ത് ചെയ്യാൻ പറ്റും? കേൾക്കാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു സവിശേഷത, അത് തഫ്സീർ ഖുർത്തുബിയിൽ സൂറത്തുൽ ബഖറയുടെ ആയത്തിലെ വിശദീകരണത്തിൽ അദ്ദേഹം പറയുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അത് നമ്മൾ ശരിക്കും നോക്കി അങ്ങനെ തന്നെയാണ്. കേൾവിക്ക് ഒരുപാട് എന്ന് പറഞ്ഞാൽ കാഴ്ചയെ അപേക്ഷിച്ച് കേൾവിക്കാണ് പ്രാധാന്യം. ഒരുപക്ഷെ നേരത്തെ പറഞ്ഞതുപോലെ കേട്ടുകൊണ്ടാണ് ഒരാൾ സത്യം മനസ്സിലാക്കേണ്ടതല്ലോ. അപ്പോൾ അതുകൊണ്ട് അള്ളാഹു അതിനുള്ള സൗകര്യങ്ങൾ ഒരുക്കിയതാകാം. അപ്പോൾ അതുകൊണ്ടാണ് നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, നിൻ്റെ ഒരു മുശ്രിക്ക് നബിയുടെ അയൽവക്ക, നബിയുടെ എന്നല്ല ആരുടെ അയൽവക്കാണ്, അതെന്തിനാണ്? സത്യം അവർ ഹത്ത യസ്മഅ കലാമല്ലാ, അള്ളാഹുവിൻ്റെ കലാം അവർ കേൾക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞല്ലോ. ഇതാണ് അതുമായി ബന്ധപ്പെട്ട്. അപ്പോൾ കേൾവിക്ക് അതാണ് അങ്ങനെ ഒരു സവിശേഷത ഉണ്ട് എന്നുള്ളതാണ്. ഇനി കേൾവിയാണോ കാഴ്ചയാണോ ഏറ്റവും പ്രധാനം അല്ലെങ്കിൽ അഫ്ളലായിട്ടുള്ളത്? അങ്ങനെ ഒരു ചോദ്യം ചില ഗ്രന്ഥങ്ങളിലൊക്കെ കാണാൻ പറ്റിയില്ല. അതുകൊണ്ടാണ് ഞാൻ പറയാൻ കാരണം. അതാർക്കെങ്കിലും പറയാൻ പറ്റുമോ? ഏതാണ് അഫ്ളലായിട്ടുള്ളത്? അഫ്ളൽ പറഞ്ഞാൽ ശ്രേഷ്ഠമായിട്ടുള്ളത്, ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത് കാഴ്ചയാണ്, കേൾവിയാണ്.
ശരി. അപ്പോൾ അതാണ് ശരി, മൂന്നാമത് പറഞ്ഞതാണ് ശരി. അങ്ങനെയാണ് അതിൽ കാണുന്നത്. അതായത് നമ്മെ സംബന്ധിച്ച് രണ്ടും പ്രധാനമാണ്. നമ്മെ സംബന്ധിച്ച് രണ്ടും പ്രധാനമാണ്. പക്ഷേ കേൾവിയുടെ ചില സവിശേഷതകൾ നമ്മൾ മനസ്സിലാക്കണം. ഇപ്പോൾ കേൾവിയെക്കുറിച്ചാണല്ലോ ഞാൻ പറയുന്നത്. അപ്പോൾ രണ്ടിനും പ്രാധാന്യമുണ്ട്. കാരണം കണ്ണ് ഇല്ലാതെ ആകുമ്പോഴാണ് അതിൻ്റെ അവസ്ഥ അറിയാം. ഞാൻ ഇപ്പോഴല്ല, ഒരിക്കൽ ബസ്സിലിങ്ങനെ പോരുന്ന സമയത്ത് മഞ്ചേരി സ്റ്റാൻഡിൽ 5 മിനിറ്റ് വണ്ടി നിർത്തിയപ്പോൾ സീറ്റിൽ ആളുകളുണ്ട്. അപ്പോൾ മുന്നിലൂടെ ഒരാൾ കയറി പൈസ ചോദിക്കാൻ. അപ്പോൾ അയാളിങ്ങനെ കയറി എല്ലാവരോടും പൈസ ചോദിച്ച് ബാക്കിലെ വാതിലൂടെ അയാൾ ഇറങ്ങി. അയാൾക്ക് 1-2 ആളാണ് എന്ത് ചെയ്തത്, പൈസ കൊടുത്തത്. പക്ഷേ അയാൾ ഇറങ്ങാൻ നിൽക്കുകയാണ്, വേറെ ഒരാൾ അയാൾ ഇറങ്ങിയപ്പോൾ വേറെ ഒരാൾ കയറി. അയാൾ കയറിയിട്ട് അയാൾ പൈസ ചോദിക്കുന്നതിന് മുമ്പ് അയാൾ അവരോട് ഇങ്ങനെ പാടിക്കൊടുത്തു: കണ്ണെന്ന കാരുണ്യം ദൈവം നിങ്ങൾക്ക് തന്നില്ലേ, കണ്ണില്ല പാവത്തെ കണ്ടില്ലെന്ന് നടിക്കല്ലേ. അങ്ങനെ അയാളിങ്ങനെ പാടി. കുറേ പാട്ടുണ്ട്, ഞാൻ ജസ്റ്റ് അത് പറഞ്ഞതാണ്. അപ്പോൾ അയാൾ അതിന് ശേഷമാണ് അയാൾ പൈസ ചോദിക്കാൻ തുടങ്ങിയത്. എല്ലാവരും അയാൾക്ക് പൈസ കൊടുത്തു. അപ്പോൾ എന്താ പാടെ സംഭവിച്ചത്? കേൾവിൻ്റെത് മാത്രമല്ല, അവിടെ ആ മനസ്സ് ഉറങ്ങിക്കിടക്കുന്ന മനസ്സുണ്ടാവുമല്ലോ, അതിനൊക്കെ ഉണർത്തിയതാണ്. അപ്പം ഇവിടെ ഞാൻ ഉദ്ദേശിച്ചൊരു കാര്യം എന്താണ്, നമ്മളെ അനുഗ്രഹങ്ങളെക്കുറിച്ച് ചിലപ്പോൾ നമ്മൾ തന്നെ എന്ത് ചെയ്യും, മറന്നു പോകും. അത് ഓർമ്മപ്പെടുത്തുകയാണ്. ഓർമ്മ ഇല്ലാത്തത് കൊണ്ടാണ് ചെയ്യേണ്ട പലതും നമ്മൾ ചെയ്യാത്തത്. അത് ഓർമ്മ ഉണ്ടാകുമ്പോൾ ചെയ്യേണ്ടതേ നമ്മൾ ചെയ്യും. ഉദാഹരണം, എന്തിനാണ് കേൾവി തന്നത് എന്ന് കൃത്യമായി നമ്മൾ മനസ്സിലാക്കിയാലാണ് നമ്മൾ കേൾക്കേണ്ടതേ കേൾക്കൂ, നമ്മൾ കാണേണ്ടതേ കാണൂ. എന്തിനാണ് നാവ് തന്നത് എന്ന് ഖുർആൻ ചോദിക്കുന്നുണ്ട് അല്ലേ? അലം നജ്അൽ ലഹു ഐനൈനി വലിസാനൻ വശഫതൈൻ. അതിലൊക്കെ പറയുന്ന ആ ചുണ്ട്, നാവ് എല്ലാം ഉണ്ടല്ലോ, കണ്ണ്, അതൊക്കെ എന്തിനാണ് എന്ന് നമ്മൾ അത് കൃത്യമായി അറിഞ്ഞാലേ യഥാർത്ഥത്തിൽ അതിന് മാത്രമായി അത് ഉപയോഗിക്കുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുമെന്നറിയോ, കേൾക്കാൻ പാടില്ലാത്തതും കേൾക്കും, കാണാൻ പാടില്ലാത്തതും കാണും. അപ്പോൾ അതുകൊണ്ടാണ് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്, മനുഷ്യനിപ്പോൾ നമുക്കെല്ലാവരും വിശ്വസിക്കുന്നു പരലോകത്തിൽ നമ്മളോട് അള്ളാഹു എല്ലാ കാര്യങ്ങളെക്കുറിച്ചും ചോദ്യം ചെയ്യും. പക്ഷേ ഒരു സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്, സൂറത്തുൽ ഇസ്രായിൽ, ഇന്ന സമഅ വൽ ബസ്വറ വൽ ഫുആദ കുല്ലു ഉലൈക കാന അൻഹു മസ്ഊല. അവിടെ 3 കാര്യങ്ങൾ എടുത്തു പറഞ്ഞു. ഇന്ന സമഅ വൽ ബസ്വറ വൽ ഫുആദ. അപ്പോൾ ഞാനിപ്പോൾ സത്യത്തിൽ ഞാനും അത് ആലോചിക്കുന്ന വിഷയം, മനുഷ്യനോടെല്ലാം ചോദിക്കുമെന്ന് പറയുന്നുണ്ടല്ലോ, പിന്നെന്താ പറയുന്നത്? ഒരു സ്ഥലത്ത് കേൾവിയെക്കുറിച്ച് ചോദിക്കും, കാഴ്ചയെക്കുറിച്ച് ചോദിക്കും, മനസ്സിനെക്കുറിച്ച് ചോദിക്കും. അപ്പോൾ യഥാർത്ഥത്തിൽ അതൊക്കെ നമ്മളെ പ്രേരിപ്പിക്കുന്നത് എന്താ അറിയോ? കാതിനെക്കുറിച്ച് പ്രത്യേകം ചോദിക്കുക, നമ്മൾ എന്തൊക്കെ കണ്ടു, എന്തൊക്കെ കേട്ടു, മനസ്സിലെ വികാരങ്ങളെക്കുറിച്ച്. ഇതൊക്കെ അതാ ഞാൻ പറഞ്ഞു, എന്തിനാണ് നമുക്ക് കേൾവി തന്നത് എന്ന് കൃത്യമായി നമ്മൾ മനസ്സിലാക്കിയാലാണ് യഥാർത്ഥത്തിൽ എന്തു സംഭവിക്കുകയുള്ളൂ, നമുക്ക് ആ കേൾക്കേണ്ടത് മാത്രം കേൾക്കാൻ കഴിയുള്ളൂ. അല്ലാതെ ആകുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം നേരത്തെ പറഞ്ഞ പോലെ പടച്ചവനെ മനസ്സിലാക്കേണ്ട നാമങ്ങളും സിഫത്തുകളും വിശദമായി, റഹ്മാൻ ആരാ, റഹീം ആരാ, അങ്ങനെ ഒരുപാടുണ്ടല്ലോ. അതെല്ലാം ഞാൻ ഗൾഫിലൊരു പുസ്തകം കണ്ടു, ഈ കട്ടിയിലുള്ളൊരു പുസ്തകം, അസ്മാ ഉല്ലാഹിൽ ഹുസ്ന. അതിൽ ഓരോ പേരും വിശദീകരിച്ചത് ഒരു 10-25 പേജുണ്ട്. അപ്പോൾ എന്താണ് റഹ്മാൻ, എന്താ സത്യം പറഞ്ഞാൽ റബ്ബ് ആരാണെന്നൊക്കെ നമ്മൾ അപ്പോഴാണ് മനസ്സിലാവും. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, ലോകങ്ങളുടെ രക്ഷിതാവായ റബ്ബ് നമ്മൾ പറയുന്നത്. ആരാണ് ഈ റബ്ബ്? അപ്പോൾ അതിൽ കുറേ ഉദാഹരണങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ അവനെ പരിപാലിക്കുന്നവനെ വളർത്തുന്നവൻ, അവന് ശിക്ഷണം നൽകുന്നവൻ എന്നൊക്കെ പറയുമല്ലോ. അപ്പോൾ അതിനോട് കൂടെ ചില കാര്യങ്ങൾ ചേർത്ത് പറഞ്ഞിട്ടുണ്ട്. ഉദാഹരണം, നമ്മൾ ജനിച്ചു കഴിഞ്ഞാൽ ജന്നത്തിൻ്റെ മുമ്പ്
ഏകദേശം 9 മാസം 10 ദിവസവും ഗർഭാശയത്തിലാണല്ലോ. ശരിയാണോ എന്നറിയില്ല, അതൊരു കറക്റ്റാണ്. ചൈനയിൽ പോയാരോ അവിടുത്തെ വിവരങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ പറയാം. ഞാൻ മുമ്പൊരു പുസ്തകത്തിൽ വായിച്ചതാണ്. അവിടെ നമ്മളിപ്പോൾ ജനിച്ചത് മുതലാണ്, ഡേറ്റ് ഓഫ് ബർത്ത് മുതലാണ് നമ്മൾ വയസ്സ് കണക്കാക്കുക. പക്ഷെ അവിടെ പറയുന്നത് കേട്ടിട്ടുണ്ട്, ശരിയാണോ എന്നറിയില്ല, അവിടെ ആ വയറ്റിൽ കിടക്കുന്ന ആ 9 മാസം കൂടി ഉണ്ടല്ലോ, 10, അവൻ കൂടി കൂട്ടും. ശരിക്കും കൂട്ടണമല്ലോ. അന്ന് നമുക്ക് ഭക്ഷണം വേണം, അന്ന് നമുക്ക് വെള്ളം വേണം, നമുക്ക് ശ്വസിക്കണം. അതിനെയല്ലേ പുറത്ത് വന്നാലുള്ളത്. അന്ന് വേണം, അത് വേണം. ഇപ്പോൾ ഞാനൊരു അറബി പുസ്തകത്തിൽ വായിച്ചൊരു സയൻസുമായി കമ്പാരിറ്റീവ് ചെയ്തിട്ടുള്ള പുസ്തകമാണ്. അപ്പോൾ അതിൽ പറയുന്നത് എന്താ പറയുക, അമേരിക്കയിലെ, എൻ്റെ വിഷയത്തിൽ നിന്ന് പോകുമല്ലോ കേട്ടോ, അമേരിക്കയിലെ ഒരു ആൾ ഒരു ഉപകരണം ഉണ്ടാക്കി. ആ ഉപകരണം കോഴിമുട്ട വിരിയിക്കാനുള്ളതാണ്. അത് ഇപ്പോൾ കണ്ടല്ലോ അല്ലേ, കോഴിമുട്ട വിരിക്കാനുള്ള ഉപകരണം. അപ്പോൾ അയാളത് ഉണ്ടാക്കിയിട്ട് ആ കോഴിമുട്ട അതിൽ വെച്ച് വിരിയിക്കാൻ ശ്രമിച്ചു. എത്ര ദിവസം വേണം കോഴിമുട്ട വിരിയാൻ? 21 അല്ലേ? അയാൾ കോഴിമുട്ട വിരിയിക്കാൻ ശ്രമിച്ചു. പക്ഷേ 21 അല്ല 22 ദിവസം കഴിഞ്ഞാൽ കോഴിമുട്ട വിരിഞ്ഞിട്ടില്ല. മാത്രമല്ല അതെന്ത് ചെയ്ത് കെട്ട് നശിച്ചു പോയി. അപ്പോൾ ഈ ഉപകരണമോ വലിയ പഠനമൊന്നും ഇല്ലാത്തൊരു കർഷകന് ഇത് കണ്ടപ്പോൾ അയാളോട് പറഞ്ഞു, നിങ്ങൾ എന്ത് ചെയ്യണമെന്നറിയാം, ആ കോഴിമുട്ട, ഉപകരണത്തിലുള്ള കോഴിമുട്ട ഇടയ്ക്കിടയ്ക്ക് എന്ത് ചെയ്യണം, മറിച്ചു കൊടുക്കണം, അത് തിരിച്ചൊക്കെ കൊടുക്കണം. അപ്പോൾ ഇയാൾ പറഞ്ഞു അതൊന്നും വേണ്ട. ഈ സയൻറ്റിസ്റ്റ് പറഞ്ഞു അതിൻ്റെ ആവശ്യമൊന്നുമില്ല, കാരണം ഞാനുണ്ടാക്കിയ ഉപകരണം ഒരേ സമയം എല്ലാ ഭാഗത്തുനിന്നും അതിൻ്റെ ഹോട്ട് ചൂട് എന്ത് ചെയ്യും, അതിന് ക്രമീകരിക്കാൻ കഴിയും. അപ്പോൾ മറിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. അയാൾ പിന്നെയും പരീക്ഷണം തുടർന്നു, പക്ഷേ വിജയിച്ചില്ല. അവസാനം ഈ അഹങ്കാരം അവസാനം മാറി. അപ്പോൾ അയാൾ ഈ കർഷകൻ പറഞ്ഞതുപോലെ ഒന്ന് ചെയ്തു. ഇടയ്ക്കിടയ്ക്ക് കോഴിമുട്ടൊക്കെ ഒന്ന് മറിച്ചിങ്ങനെ കൊടുത്തു, തിരിച്ചൊക്കെ. കൃത്യമായി 21 ദിവസത്തിനുള്ളിൽ കോഴിമുട്ട വിരിഞ്ഞു. അപ്പോൾ ആ പഠനത്തിൻ്റെ അവസാനം പറയുന്നത് എന്താ അറിയോ? ആ പഠനത്തിൻ്റെ അവസാനം പറയുന്നത് ഈ കോഴിമുട്ടയിനകത്തുള്ള കോഴിക്കുഞ്ഞിനുള്ള ഭക്ഷണം അതിലുണ്ട്. അത് ഇടയ്ക്ക് തിരിച്ചും മറിച്ചൊക്കെ കൊടുക്കുമ്പോഴാണ് അതിനകത്തുള്ള കുഞ്ഞിന് അത് ലഭിക്കുക. ഇതിപ്പോൾ കർഷകനെ എവിടെ നിന്നാണ് കിട്ടിയെന്ന് ചോദിച്ചാൽ കർഷകനുള്ള വിവരമില്ല. കർഷകന് കോഴി ഇങ്ങനെ ചെയ്യണേ കണ്ടിട്ട് നമ്മൾ വിചാരിക്കും പുറത്ത് പോയത് ഇങ്ങനെ അടുപ്പിക്കുകയെന്ന്. യഥാർത്ഥത്തിൽ ഇങ്ങനെ ഒരു കാര്യം കൂടെ അതിലുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഓരോ വിഷയത്തെക്കുറിച്ച് ഇങ്ങനെ കുറച്ചിപ്പോൾ നിങ്ങൾ ഇതിൻ്റെ ഈ ക്ലാസ്സിൻ്റെ ഒക്കെ ഒരു ഉപകാരമാണ് ഞാൻ പറയുന്നത്. അങ്ങനെ ആകുമ്പോഴാണ് നമുക്ക് അത്രക്കും എന്താ പറയുക, സങ്കീർണമായ ഒരു സൃഷ്ടിപ്പിൻ്റെ സംവിധാനമാണ് നമ്മുടെ ശരീരവും അതിലെ അവയവങ്ങളുമൊക്കെ. അപ്പോൾ ഈ ഒഫി അംഫുസിക്കും അഫലാ തുബ്സിറു എന്ന് പറഞ്ഞാൽ ചെറിയൊരു കാര്യമല്ല അത് കേട്ടോ. കാരണം എന്താ പറയുക, ഓരോന്നും കൃത്യമായി പഠിക്കേണ്ട ഒരു കാര്യമാണ്. അത് എത്ര ആഴത്തിലേക്ക് നമ്മൾ പോകുന്നോ അത്രയും നമുക്ക് അള്ളാഹുവിനെക്കുറിച്ചുള്ള അറിവും അവഗാഹവും പേടിയും വരും. ഇപ്പോൾ ഈ കേൾവി എന്ന് ഞാൻ പറഞ്ഞല്ലോ, കേൾവി അല്ലെങ്കിൽ ചെവി ഒരിക്കലും ഉറങ്ങൂല. കണ്ണുറങ്ങും അല്ലേ, ചെവി ഉറങ്ങൂല. നമ്മളെ കേൾവിയും കാഴ്ചയാണല്ലോ, അതിൽ കേൾവി ഒരു പ്രധാനമാണ്. നിങ്ങൾക്ക് കണ്ണടക്കാതെ ഒരു പക്ഷെ ഉറങ്ങാൻ കഴിയും, കണ്ണടച്ചും ഉറങ്ങാൻ കഴിയും. ചില ആൾക്കാരിങ്ങനെ നമ്മൾ സക്കറാത്തിൽ കിടക്കാൻ തോന്നും, മുമ്പ് ഉറങ്ങായിരിക്കും, ഉണ്ടാവില്ലേ? അങ്ങനെ കണ്ട്. അപ്പം എന്ന് വെച്ചാൽ കണ്ണടക്കുക അടക്കാതിരിക്കുക എന്നുള്ളത് ഉറക്കിനൊരു വിഷയമല്ല. ചിലർ വായം തുറന്നു നോക്കും, എന്തെങ്കിലും വെച്ചു കൊടുക്കാൻ തോന്നും കണ്ടാൽ. പക്ഷേ അതും എന്തല്ല ഞാൻ പറഞ്ഞു തരുന്നത്, അതും ഉറക്കിനൊരു തടസ്സമല്ല. പിന്നെ ഉറക്കിന് തടസ്സമുള്ളത് എന്താ അറിയോ? കേൾവിയാണ് തടസ്സമുള്ളത്. നമ്മൾ ഗൾഫിലൊക്കെ വരും, ഇപ്പോൾ ഈ ഇയർഫോണൊക്കെ ഇറങ്ങിയതിന് ശേഷം ഇപ്പോൾ എല്ലായിടത്തും ഉണ്ട്. അത് റൂമിൽ, കമ്പനി റൂമിലൊക്കെ 2 അല്ലേ 3 ആൾക്കാരൊക്കെ ഉണ്ടാവും. ഇപ്പോൾ പിന്നെ നല്ല സൗകര്യം. പണ്ടൊന്നും അത് പറ്റൂലായിരുന്നു, കച്ചറയൊക്കെ ഉണ്ടാവും. കാരണം ടി വി ആണെങ്കിലും ഇതാണെങ്കിലും തുറന്നു വെച്ചാൽ എല്ലാവരും കേൾക്കല്ലേ. ഇപ്പോൾ പിന്നെ നല്ല സൗകര്യം. അപ്പോൾ എന്താ അവിടെ വിഷയം? ഉറങ്ങണമെങ്കിൽ ശബ്ദം പറ്റില്ല. ഒരു ഉറങ്ങണില്ല, അതാ ഞാൻ പറഞ്ഞത്. ഈ ശബ്ദം കേൾക്കുമ്പോൾ എന്ത് ചെയ്യില്ല, നമുക്ക് ഉറക്കം വരില്ല. ഞാൻ അത് എന്തിലേക്കാണല്ലോ കൊണ്ടുപോകുന്നത് അറിയോ? ഖുർആനിൽ 300 ചില്ലാനം വർഷം ഉറക്കിയ ഒരു കൂട്ടരെ കുറിച്ച് പറയുന്നുണ്ട്. അതാരാ? ബസ്സിൽ അല്ല, അത് കൂട്ടായിട്ട് നിങ്ങൾ ബസ് ഒരു ഇതിൽ ഉറങ്ങാൻ കിടക്കല്ലല്ലോ, നിങ്ങൾ പോകുമ്പോൾ ഉറങ്ങിപ്പോകുന്നത്. ഞാൻ പറഞ്ഞത് സാധാരണ ഒരു മനുഷ്യൻ്റെ ഉറക്കത്തെക്കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ ഞാനിത് പറയാൻ കാരണം എന്താ അറിയോ? ഈ ഉറക്കം
കുരിശുദ്ധ ഖുർആനിൽ ഇങ്ങനെ ഒന്ന് പ്രയോഗിച്ചിട്ടുണ്ട്. യസാബുൽ കഹ്ഫിൻ്റെ ഒരു സംഭവം അല്ലേ? കുറേ വർഷങ്ങൾ ഉറങ്ങിയല്ലോ. പക്ഷെ അങ്ങനെ ഒരു സംവിധാനം അവർക്ക് അറിയില്ല കേട്ടോ. അവർ പടച്ചവനോട് പറഞ്ഞത് എന്താ പറയുക? ഖുർആൻ പറയുന്നു, ഇത് അവൽ ഫിത്തിയത്തു ഇലൽ കഹ്ഫി, ആ ഗുഹക്കകത്ത് അവർ അഭയം പ്രാപിച്ച സന്ദർഭത്തിൽ എന്ത് ചെയ്തു? ഫഖാലു റബ്ബന ആതിനാ മിൻ ലദുൻക റഹ്മ, അല്ലേ? നിൻ്റെ അടുക്കൽ നിന്നുള്ള റഹ്മത്ത് ഞങ്ങൾക്ക് നൽകണം. പിന്നെന്താ പറഞ്ഞത്? വഹയ്യി ഇലനാ മിൻ അംരിനാ റഷദ, ഞങ്ങളുടെ കാര്യം ഞങ്ങൾക്ക് എളുപ്പമാക്കി തരണം. പിന്നെന്താ പിന്നെന്താ അടുത്ത ആയത്ത്? ഫളറബിന അല ആദാനിഹിം, നാം അവരുടെ ചെവികളെ അടച്ചു കളഞ്ഞു. അതാണ് ഖുർആൻ പറഞ്ഞു, നാം അവരെ ചെവികളെ അടച്ചു കളഞ്ഞു. ഫിൽ കഹ്ഫി, ആ ഗുഹയിൽ, സിനീന അദദ, വർഷങ്ങളോളം. എന്നിട്ട് എന്താ സംഭവിച്ചത്? അവർ ഉറങ്ങിയല്ലോ. ആ ഉറക്കിനെ കുറിച്ച് ഇവിടെ അവരെ ചെവികളെ അടച്ചു കളഞ്ഞു പറഞ്ഞാൽ ചെവി അടച്ചു എന്നല്ല, ആ ചെവി അവർ ശബ്ദം ഒന്നും പുറത്തുനിന്നൊന്നും കേൾക്കാത്ത രൂപത്തിൽ അവരുടെ ചെവി അടച്ചു കളഞ്ഞു പറഞ്ഞ ഖുർആൻ എന്തിനാ തഫ്സീറോ നോക്കേണ്ടി അവിടെ പറയുന്നത് എന്താ പറയുക? ബ്രാക്കറ്റിൽ അവരെ ഉറക്കിക്കിടത്തി എന്നുള്ളതിൽ എന്താ പറഞ്ഞത്? ചെവി അടച്ചു എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു ബസ്സിൽ ഇറങ്ങണ ഉറക്കിനെ കുറിച്ചല്ല ഞാൻ പറഞ്ഞത്. ഒന്ന് എന്താ പറയുക, ഒരു നല്ല രൂപത്തിൽ ഒന്ന് സ്വസ്ഥമായി ഉറങ്ങുക എന്ന് പറയാം. അങ്ങനെ ഉറങ്ങണമെങ്കിൽ ശബ്ദം കേൾക്കാതിരിക്കണം. നിങ്ങൾ ഉറങ്ങിക്കിടക്കുമ്പോൾ ഇപ്പോൾ ഈ ക്ലാസ്സിൽ തന്നെ നിങ്ങൾ ആരെങ്കിലും ഇപ്പോൾ ഉറങ്ങുന്നുണ്ടെങ്കിൽ ഞാൻ ഇതിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു 10 പ്രാവശ്യം പോയാൽ നിങ്ങൾ അറിയില്ല. അറിയില്ല. പക്ഷെ ഞാനിങ്ങനെ പോയിട്ട് നിങ്ങളാണ് ബെഞ്ചിന് എന്ത് ചെയ്ത് ഇപ്പോൾ ഇങ്ങനെ ഉറങ്ങുകയാണ്. അപ്പം ഞാനിങ്ങനെ അടിച്ചാൽ അതോടൊന്നും വേണം, അടിച്ചാൽ സൗണ്ടോട് മുമ്പിൽ അറിയാം. പക്ഷെ ഞാൻ 15 പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും വന്നാലോ അറിയില്ല. എന്തായി പറഞ്ഞതിൻ്റെ അർത്ഥം എന്നറിയാം? ഉറങ്ങണമെങ്കിൽ എന്ത് പാടില്ല? ശബ്ദം പാടില്ല. അപ്പോൾ ഖുർആനിൽ ഇത്രയും വർഷം അവരെ ഉറക്കിക്കിടത്താൻ അവരെ കണ്ണടച്ചു എന്നല്ലല്ലോ പറഞ്ഞത്, പിന്നെന്താ പറഞ്ഞത്? കാതടച്ചു എന്നാണ് പറഞ്ഞത്. അപ്പോൾ അങ്ങനെ ഒരു കാര്യം കൂടെ വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. അവരെ അത് ഞാൻ പറയാം, അതിലേക്ക് വരുന്നത്. അപ്പോൾ ഇവിടെ പുറത്തേക്ക്, ഇപ്പോൾ മനുഷ്യൻ്റെ പുറത്തേക്ക് തള്ളിയ ഭാഗമാണ് കർണപടം. ഈ കർണപടം ഇപ്പോൾ നമ്മളിങ്ങനെ പലപ്പോൾ ഇങ്ങനെ ആലോചിക്കുക, എന്തിനപ്പോൾ പഠിച്ചത് ഇങ്ങനെ ഇത് ശരിക്കൊരു വെള്ളത്തിൽ നമ്മൾ കല്ലിട്ടാലുണ്ടല്ലോ ഉണ്ടാകുന്ന ഓളങ്ങളെപ്പോലൊരു ചെറിയ രീതിയൊക്കെയാണ് ഇതിന്. ശബ്ദതരംഗങ്ങളെ അത് ആഗീരണം ചെയ്യാനുള്ളൊരു സംവിധാനമാണ് എന്നാണ് അതിനെക്കുറിച്ച് പറയുന്നത്. ചിലപ്പോൾ നമുക്കിങ്ങനെ ആലോചിക്കാമല്ലോ, ഇതൊരു നല്ലൊരു ഒരു സ്ക്വയറിലായിട്ടൊന്നിങ്ങനെ ഇതൊക്കെ ആണെങ്കിൽ. പക്ഷേ അത് ശരിയല്ല. എന്നാൽ നമുക്ക് ആർക്കും ഇതൊരു ഒരു അലോസരമായിട്ടോ ഒരു വൃത്തികേടായിട്ടൊന്നും തോന്നുന്നില്ല. ആർക്കും ഇതുവരെ തോന്നിയിട്ടുമില്ലല്ലോ. അതൊക്കെയാണ്. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഏതിലും അറിയോ? ഫി അഹ്സനി തഖ്വീം എന്ന് പറഞ്ഞില്ലേ, അതിൽ വരും ഇതൊക്കെ എല്ലാം. കേവലം നമ്മളെ ഷേപ്പ് മാത്രമല്ല കേട്ടോ, എല്ലാം നോക്കിയാൽ. അപ്പോൾ നമ്മൾ ഈ മനുഷ്യ ശരീരത്ത് വയറ്റിനകത്തുള്ള കുടലും മാലും ഒക്കെ ഇങ്ങനെ അതങ്ങനെ നിർത്തി അങ്ങോട്ട് കൊണ്ടുപോയാൽ കിലോമീറ്ററുകൾ ഉണ്ടാവും അത് സംഭവം. പക്ഷേ അതൊക്കെ ഇങ്ങനെ അടുക്കി ചിട്ടാക്കിയിട്ട് ഇങ്ങനെ വെച്ചാൽ അതാണ് അഹ്സനി തഖ്വീം. അങ്ങനെ എല്ലാം ഇതിൽ വരും. അപ്പോൾ അതേപോലെ തന്നെയാണ് ഈ ചെവി എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ അതടച്ചു കളഞ്ഞു എന്നാണ് പറഞ്ഞത്, ഇതടച്ചു കളഞ്ഞു. പിന്നെ അതിലേക്ക് എന്ത് വരുന്നില്ല? ശബ്ദങ്ങൾ വരുന്നില്ല. അതുകൊണ്ട് തന്നെ അവർക്ക് സുഖമായി അത്രയും കാലം ഉറങ്ങാൻ സാധിച്ചത് അതുകൊണ്ടാണ് എന്ന് പറയുന്നുണ്ട്. എന്നാലോ അൽ കഹ്ഫ് തന്നെ, സൂറത്തുൽ കഹ്ഫ് തന്നെ 18-ാം ആയത്തിൽ വതഹ്സബുഹും ഐഖാള വഹും റുഖൂദുൻ, അങ്ങനെ അതല്ലേ ഇപ്പോൾ പറഞ്ഞത്? അവിടെ എന്താ പറഞ്ഞത്? വതഹ്സബുഹും ഐഖാള, അവരെ കണ്ണുറങ്ങിയെന്നല്ല, നിങ്ങൾ അവരുറങ്ങുന്നവരാണെന്ന് വിചാരിക്കും. എന്ത് കണ്ടാൽ? റുഖൂദ, അവർ എന്താ, അവരെ റഖ്ദാണ് ഉണർന്നിരിക്കുക. കണ്ടാൽ ഉണർന്നിരിക്കുന്നവരാന്ന് തോന്നും, പക്ഷേ എന്താണ്? ഉറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഒരു പക്ഷേ ഈ പറഞ്ഞ പോലെ അവരെ കണ്ണ് അടഞ്ഞിട്ടുണ്ടാകണം എന്നില്ല. അതിലും ചില ഹിക്മത്തുകളുണ്ടാവും. അവരാരെങ്കിലും കാണുക വെച്ച് ചെയ്യുമ്പം ഉറങ്ങി കിടക്കുകയാണെങ്കിൽ ഒരു പക്ഷേ വിളിക്കും, അല്ലെങ്കിൽ അപ്പോൾ ഇങ്ങനെ. ഇപ്പോൾ ഞാൻ പറഞ്ഞു വന്നതിൻ്റെ ഒരു കാര്യം, കണ്ണടയണമെന്നില്ല ഉറങ്ങാൻ, പക്ഷേ ചെവി എന്ത് ചെയ്യണം? അടയണം. അല്ലെങ്കിൽ ശബ്ദം നമ്മൾ കേൾക്കാതിരിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ കൃത്യമായിട്ട് നമുക്ക് ഉറങ്ങാൻ കഴിയുക എന്നുള്ളതാണ്. പിന്നെ ചെവി, നമ്മൾ ഈ ഹൃദയത്തെക്കുറിച്ചൊക്കെ പറയുമല്ലോ, അതേപോലെ തന്നെ ചെവി
ഈ ചെവി രാവും പകലും വ്യത്യാസമില്ലാതെ അതിൻ്റെ ധർമ്മം നിർവഹിക്കുന്നുണ്ട് എന്നാണ്. കാരണം കണ്ണ് നമ്മൾ രാത്രി ഉറങ്ങുമ്പോൾ നമുക്ക് പലതും കാണാൻ പറ്റില്ലല്ലോ. പക്ഷേ ചെവി അങ്ങനെയല്ല. അല്ലെങ്കിൽ കേൾവി നമുക്ക് ഉറങ്ങുകയാണെങ്കിലും അല്ലാതെയൊക്കെ നമ്മൾ കേൾക്കും, ചെവിയിലേക്ക് എത്തുകയാണെങ്കിൽ. അപ്പോൾ അങ്ങനെ ഒരു പ്രത്യേകത കൂടിയുണ്ട്. അതേപോലെ തന്നെ ഇരുട്ടിലും നേരത്തെ പറഞ്ഞ പോലെ വെളിച്ചത്തിലുമൊക്കെ. പക്ഷേ കാഴ്ചക്ക് എന്ത് വേണം? വെളിച്ചം വേണം. അങ്ങനെ കൂടെ തഫ്സീറുകളിൽ ഇതിൻ്റെ ചില പ്രത്യേകതകൾ പറയുന്നുണ്ട്. പിന്നെ ഈ കേൾവിയെ കാഴ്ചയേക്കാൾ മുൻഗണനയായി പറഞ്ഞ തഫ്സീറിലെ കാര്യമാണ് ഞാൻ ഇത്രയും പറഞ്ഞത്. ഇനി ശാസ്ത്രീയമായ ചില കാര്യങ്ങൾ കൂടെ ഇതിനോട് ചേർത്ത് നമ്മൾ പറയാം. അങ്ങനെ വരുമ്പം നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ഒരു കുഞ്ഞ് വളർന്നു വരുമ്പോൾ ശരിക്ക് കണ്ണിൻ്റെ മുമ്പായി കേൾവി ഉണ്ടാകുന്നുണ്ട് എന്നാണ്. കേൾവി ശക്തി ഉണ്ടാകുന്നുണ്ട് മറ്റ് അവയവങ്ങൾക്ക് മുമ്പായിട്ട്. അപ്പോൾ അത് തന്നെ ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടൊരു കാര്യമാണ്. അഥവാ 5-ാം മാസം ഈ കുഞ്ഞ് കേൾക്കാൻ തുടങ്ങുന്നുണ്ട്. ഇപ്പോൾ സാധാരണ പറയും, പിന്നെ ഈ ഗർഭിണികളായ സ്ത്രീകൾ ഇപ്പോൾ അവരെ കയ്യിൽ നിന്നൊരു പാത്രം, സ്റ്റീൽ പാത്രം എന്തെങ്കിലും ഒന്ന് താഴോട്ട് വീണാൽ നല്ല ശബ്ദം ഉണ്ടാകും. അപ്പോൾ വയറ്റിൽ ഇളക്കുണ്ടാവും എന്ന് പറയാറുണ്ട്. ഞാൻ മുമ്പ് കേട്ടതാണ്. അത് ശരിയായിരിക്കാം. അതിന് കാരണം എന്താ വെച്ചാൽ അവിടെ ആ സമയം മുതൽ തന്നെ ഒരു 5 മാസമാകുമ്പോൾ തന്നെ ഇങ്ങനെ കേൾവി രൂപപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് ഇതിൽ നിന്നും മനസ്സിലാകുന്നത്. അവിടെ മാത്രമല്ല, ആ മാതാവിൻ്റെ ഹൃദയമിടിപ്പ് പോലും അവിടെ അറിയുന്നുണ്ട് എന്നുള്ളതാണ്. അത് കേൾക്കുന്നുണ്ട് ആ കുഞ്ഞ്. അപ്പോൾ ഇത് കേൾവിയുടെ അത് നേരത്തെ തന്നെ രൂപം കൊള്ളുന്നു എന്നുള്ളതും കേൾവിയുടെ ഒരു മുൻഗണന തന്നെയാണ്. അതുപോലെ തന്നെ മനുഷ്യനെ സംബന്ധിച്ച് മനുഷ്യൻ മാത്രം, അല്ലെങ്കിൽ മനുഷ്യ കുഞ്ഞ് മാത്രമാണ് ഗർഭാശയത്തിൽ നിന്ന് തന്നെ കേൾക്കാൻ തുടങ്ങുന്നതെന്ന്. വേറെല്ല കുറേ ജീവികളുണ്ടല്ലോ. പക്ഷേ മനുഷ്യ കുഞ്ഞ് ഗർഭാശയത്തിൽ ഞാൻ ഈ പറഞ്ഞ 5-ാം മാസം മുതൽ അവന് കേൾവി ശക്തി ഉണ്ടായി തുടങ്ങുന്നു എന്നുള്ളതാണ്. എന്നാലോ മറ്റ് ജന്തുജാലങ്ങളിൽ അങ്ങനെയല്ല. എല്ലാ ജന്തുജാലങ്ങളും മനുഷ്യനൊഴികെ അതിൻ്റെ പ്രസവത്തിന് അല്ലെങ്കിൽ ജനനത്തിന് ശേഷമാണ് ഈ കേൾവി ശക്തി ലഭിക്കുന്നത് എന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്നൊരു കാര്യം. അപ്പോൾ അതിന് ചില ഉദാഹരണങ്ങൾ ഞാൻ പറയാം. ഇപ്പോൾ ചില ജീവികൾ ജനിച്ച് കുറച്ച് ദിവസം കഴിഞ്ഞതിന് ശേഷമാണ്, അല്ലെങ്കിൽ ദിവസങ്ങൾ കഴിഞ്ഞതിന് ശേഷമാണ് അവർക്ക് കേൾവി ശക്തി ലഭിക്കുന്നത് എന്നാണ്. ഇപ്പോൾ മനുഷ്യനെ സംബന്ധിച്ച് നമ്മൾ പറഞ്ഞല്ലോ 16 ആഴ്ച ആകുമ്പോൾ ഇത് കേൾക്കാൻ തുടങ്ങും. എന്നാൽ പൂച്ച അത് ജനിച്ച് 5-6 ദിവസത്തിന് ശേഷമാണ് അതിന് കേൾവി ശക്തി ഉണ്ടാകുന്നത്. അതുപോലെ തന്നെ മുയലിനെ സംബന്ധിച്ച് പ്രസവിക്കപ്പെട്ട് 7 ദിവസം കഴിയുമ്പോഴാണ്. അതുപോലെ ഇപ്പോൾ നമ്മൾ കാവൽ നിർത്തുന്ന നായനെയാണല്ലോ. ശരിക്ക് നായ പ്രസവിക്കപ്പെട്ട് 10 ദിവസം കഴിയുമ്പോഴാണ് അതിന് കേൾവി ശക്തി ഉണ്ടാകുന്നതെന്ന് ആരംഭിക്കുന്നത്. ഉണ്ടായിക്കഴിഞ്ഞാൽ ഒരു പക്ഷേ നമ്മളെക്കാൾ ശക്തി ഉണ്ടാവട്ടെ, അത് വേറൊരു വിഷയം. ഇപ്പം നമ്മൾ എന്തുകൊണ്ട് ഖുർആൻ ഇങ്ങനെയൊക്കെ ചില കാരണങ്ങൾ പണ്ഡിതന്മാർ ഇത്തരം കാര്യങ്ങൾ സൂചിപ്പിച്ചുകൊണ്ട് ഈ കാഴ്ചക്ക് മുമ്പ് ആയത്തുകളിൽ എന്തുകൊണ്ട് പ്രയോഗിച്ചു എന്നതിൻ്റെ ശാസ്ത്രീയമായ ചില ഉദാഹരണങ്ങളാണ് സൂചിപ്പിച്ചത്. ആദ്യം ഞാൻ പറഞ്ഞ തഫ്സീറുകളിൽ നിന്ന് പണ്ഡിതന്മാർ അതിന് പറഞ്ഞിട്ടുള്ള ചില കാരണങ്ങളാണ്. അപ്പോൾ നമ്മളിപ്പോൾ വളർത്തു നായനെയൊക്കെ നമ്മൾ ഒരു പക്ഷേ ചില വീടുകളിലൊക്കെ ഉണ്ടാകും. അപ്പോൾ അത് നമ്മൾ പറയും ചെറിയൊരു ശബ്ദം കേട്ട രാത്രിയൊക്കെ, അതിനാണല്ലോ അതിനെ കാവൽ നിർത്തുന്നത്. തീരെ കേൾവില്ലാത്തവനെ നിർത്തിയിട്ടൊരു കാര്യമില്ലല്ലോ. പക്ഷേ ആ നായക്ക് പോലും ജനിച്ച് 10 ദിവസമൊക്കെ ആകുമ്പോഴാണ് കേൾവി ശക്തി ആരംഭിക്കുന്നത് എന്നുള്ളതാണ്. ഇങ്ങനെ ചില കാര്യങ്ങൾ കൂടെ ഈ കേൾവിക്ക് മുൻഗണന നൽകാൻ കാരണമായിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഖുർആൻ പറയാ ഖുൽ ഹുവല്ലദീ അൻശഅകും, പിന്നെന്താ
വജഅല ലക്കുമുസ് സമഅ വൽ അബ്സ്വാറ വൽ അഫ്ഇദത ഖലീലൻ മാ തശ്കുറൂൻ. അവിടെ 3 കാര്യങ്ങൾ പറഞ്ഞല്ലോ. സൂറത്തുൽ ഇസ്രായിൽ ഞാൻ പറഞ്ഞ അതേ ഒരു വിഷയത്തിൻ്റെ പോലെ തന്നെയാണ്. നിങ്ങൾക്ക് അള്ളാഹു അല്ലെങ്കിൽ ഞാൻ നൽകിയത് എന്ന് പടച്ചോൻ പറഞ്ഞ കാര്യങ്ങളാണ്. പിന്നെ പടച്ചോൻ പറ അതിനെക്കുറിച്ചൊക്കെ ചോദിക്കും. ഇപ്പം ഞാൻ വായിച്ചല്ലോ, ഈ ആയത്ത് ഏത് സൂറത്തിലാണ്? മുൽക്കിൽ. അതൊന്ന് അർത്ഥം പറഞ്ഞു തന്നാൽ. ഖുൽ ഹുവല്ലദീ അൻശഅക്കും, ഞാൻ നിങ്ങൾക്ക്, നബിയെ പറയുക, ഞാൻ നിങ്ങൾക്കുണ്ടാക്കി തന്നിരിക്കുന്നു അല്ലേ. വജഅല, അതിനല്ലേ ഹുവല്ലദീ അൻശഅക്കും വജഅല ലക്കുമുസ് സമഅ. വജഅല ലക്കുമുസ് സമഅ, അവിടെ എന്താ പറയുക? നിങ്ങൾക്ക് നാം കേൾവി, പിന്നെ വൽ അബ്സാർ, കാഴ്ചകൾ എന്ന് പറയാം അല്ലേ. പിന്നെ വൽ അഫീദ, ഹൃദയം. ഫുആദിൻ്റെ ബഹുവചനമാണ് അഫ്ഇദ. ഇതന്നെയല്ലേ ഞാൻ നേരത്തെ സൂറത്ത് ഇസ്രായിൽ പറഞ്ഞേ. ഇവിടെ എന്താ പടച്ചോൻ പറഞ്ഞത്? നിങ്ങൾക്ക് നാം ഉണ്ടാക്കി തന്നു, അള്ളാഹു ഉണ്ടാക്കി തന്നു. ഇസ്രായേൽ പറഞ്ഞത് അതിനെക്കുറിച്ച് നാം എന്ത് ചെയ്യും? നിങ്ങളോട് ചോദിക്കും. അപ്പോൾ അള്ളാഹു നമ്മൾക്ക് തന്നിരിക്കുന്ന എല്ലാറ്റിനെക്കുറിച്ചും അള്ളാഹു നമ്മളോട് എന്ത് ചെയ്യും? ചോദിക്കും. സമ്പത്ത് തന്നിട്ടുണ്ടെങ്കിൽ അത് ചോദിക്കും. അതേപോലെ തന്നെ സമയം തന്നിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് ചോദിക്കും. ആയുസ് തന്നിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് ചോദിക്കും. കേൾവി തന്നിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് ചോദിക്കും. ഒരു തഫ്സീർ, ഒരു അറബി പുസ്തകത്തിൽ വായിച്ചൊരു കാര്യം, എന്തൊക്കെ അനുഗ്രഹങ്ങളാണ് നമ്മൾക്ക്. അപ്പോൾ ഒരു മനുഷ്യൻ, അയാൾക്ക് കൈയില്ല, അയാൾക്ക് കാലുമില്ല, അതേപോലെ തന്നെ അയാളുടെ അരഭാഗത്തുനിന്ന് താഴോട്ടില്ല. അങ്ങനെ ആളുകളെ നമുക്ക് കാണാമല്ലോ അല്ലേ. അങ്ങനെ ഒരാളെ കഥ പറയുന്നുണ്ട്, ഒരു പുസ്തകത്തിൽ വായിച്ചതാണ്. അപ്പോൾ അയാൾ അടുക്കൽ ഒരാൾ വന്ന സമയത്ത് ഇയാളിങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കണം എന്തൊക്കെയോ. അപ്പോൾ അയാളോട് ഈ ആഗതൻ ചോദിച്ചു, അല്ലെങ്കിൽ എന്താ ചെയ്യണം, എന്താ പറയുന്നത്? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, എനിക്ക് അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങൾക്ക് അവനോട് നന്ദി പറയുകയാണ് ഞാൻ. അപ്പോൾ ഈ വന്ന ആൾ ചോദിച്ചു, നിങ്ങൾക്ക് കൈയില്ല, തരൻ്റെ കീഴ്പ്പെട്ട് ഇല്ല, പിന്നെ എന്താ നിങ്ങൾ എന്ത് നിയമത്തുകൾക്കാണ് നിങ്ങൾ അനുഗ്രഹം അല്ലെങ്കിൽ അള്ളാഹുവിനോട് ശുക്ർ പറയുന്നത്? അപ്പോൾ അയാൾ പറഞ്ഞു, എനിക്ക് അള്ളാഹുവിനെ സ്മരിക്കാനുള്ളൊരു നാവ് അവൻ തന്നിട്ടുണ്ടല്ലോ, ആ നാവിൻ്റെ ധർമ്മം ഞാൻ ചെയ്യണം. അപ്പം നമ്മൾക്ക് ഒന്ന് ഇല്ലാതിരിക്കുമ്പോഴാണല്ലോ നമുക്കതിൻ്റെ വില അറിയുള്ളൂ ഇല്ലേ. ഇപ്പോൾ ഈ ലോകം, ഒരു കുഞ്ഞ് സങ്കല്പിച്ചു, ഒരു കുഞ്ഞ്, ഈ ലോകം കാണാത്ത ഒരാൾ, അവന് ഒരു വിദഗ്ധനായ ഒരു ഡോക്ടറെ കൊണ്ടുപോയപ്പം കുറച്ച് വയസ്സായി, ഒരു 15-20 വയസ്സൊക്കെ ആയി എന്ന് വെച്ചോ. അതുവരെ ലോകം എന്താണെന്ന് അയാൾ ഇവിടുത്തെ ഒന്നും കണ്ടിട്ടില്ല. പിന്നീട് ഒരു വിദഗ്ധനായ ഡോക്ടറെ കാണിച്ച് അയാൾക്കൊരു കണ്ണ് വെച്ചാൽ അയാൾക്ക് കാഴ്ച ശക്തി കിട്ടും എന്ന് പറഞ്ഞു. ആരെങ്കിലും കണ്ണ് കൊടുക്കുമോ? കിഡ്നിയൊക്കെ ചിലപ്പോൾ കൊടുത്തു എന്ന് വരും, പക്ഷെ കണ്ണ് കൊടുക്കില്ല ആൾക്കാർ. അതിന് വേറെ ചില കാരണങ്ങളുണ്ടാകാം. അത് കണ്ണിനെക്കുറിച്ച് പറയുമ്പോൾ പറയാം. ഏതായിരുന്നാലും ഒരാൾ അയാൾക്ക് കണ്ണ് കൊടുത്തു എന്ന് വെക്കാം നമ്മൾ, ഉദാഹരണമാണല്ലോ. അയാൾക്ക് ആ കണ്ണ് ഫിറ്റ് ചെയ്തു, പിന്നെ അയാൾ കാണാൻ തുടങ്ങി. കാണാൻ തുടങ്ങുമ്പോൾ അയാൾ ആദ്യമായിട്ട് ചോദിക്കുക ആരെയായിരിക്കും? ആരാണ് എനിക്ക് ഈ കണ്ണ് തന്നത്? ആ മനുഷ്യനൊന്ന് കാണണ്ടേ? ഡോക്ടർ ഒന്നുമില്ല കേട്ടോ, ആ കണ്ണ് കൊടുത്ത ആളെ. അങ്ങനെയല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് നല്ല കാഴ്ചയുള്ള മൂർച്ചയുള്ള 2 കണ്ണ്, 2 കാത്, ശ്വസിക്കാനും അതുപോലെ മറ്റ് ഉപകരണങ്ങളൊക്കെ നമുക്ക് നൽകിയിട്ടുണ്ടല്ലോ. നമുക്കൊരു കുഴപ്പമില്ലല്ലോ. കുഴപ്പമുള്ളവരെ കാണുമ്പോൾ നമ്മളോട് ചെല്ലാൻ പറഞ്ഞൊരു ദുആ ഉണ്ട് അല്ലേ. കുഴപ്പമുള്ളവരെ നമ്മൾ എന്ന് പറഞ്ഞാൽ നമ്മളെപ്പോലെ പൂർണ്ണനല്ലാത്ത അല്ലെങ്കിൽ പല അംഗങ്ങളോ അവയവങ്ങളൊന്നും ഇല്ലാതെ പരീക്ഷിക്കപ്പെട്ട ഒരാളെ കാണുമ്പോൾ നിങ്ങൾ ഇങ്ങനെ പറയണമെന്ന് പറഞ്ഞു, അൽഹംദുലില്ലാഹില്ലദീ ആഫാനി മിമ്മാ ഇബ്തലാക്കല്ലാഹ് എന്ന് പറയാൻ പറഞ്ഞിട്ടുണ്ട്. അത് വെറുതെ പറഞ്ഞാലല്ലോ. നമ്മളിപ്പോൾ ടി വിയിൽ ന്യൂസ് കേൾക്കുമ്പോൾ നമ്മൾ ശരിക്കും കേൾക്കും അല്ലേ. കേൾവില്ലാത്തവർക്ക് പുറത്ത് ഒരാളിങ്ങനെ കാണിക്കുന്നുണ്ടാവും അല്ലേ. ഞാൻ ഇപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ കാണിക്കുക, ഇയാൾക്ക് എന്താണെന്ന് വിചാരിക്കും നിങ്ങൾ. പക്ഷേ
അത് ആവശ്യമുള്ളവരുണ്ട്, നമുക്കതിന്മ വലിയ കാര്യമൊന്നും ഉണ്ടാവില്ല. അത് കേൾക്കുന്ന അല്ലെങ്കിൽ ആ ആംഗ്യ ഭാഷ കേൾവില്ലാത്തവർക്കല്ലേ. അപ്പോൾ നമ്മൾ ആലോചിച്ച് ഇതൊക്കെ അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളാണ്. അപ്പോൾ ഈ കേൾവിയെക്കുറിച്ച് മാത്രം ഇതൊക്കെ നമ്മളിങ്ങനെ പറയുമ്പോൾ പടച്ചവൻ പറയും ഞാൻ തന്നതിനെക്കുറിച്ച് ഞാൻ ചോദിക്കും. അത് കേൾവിയും കാഴ്ചയും മനസ്സും മാത്രമല്ല, എല്ലാം അങ്ങനെ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഖുർആനിൽ കാത് എന്ന് പറയാതെ കേൾവി എന്ന് പറയാനുള്ള കാരണം എന്താ? ഇപ്പം നമ്മൾ അതിനെക്കുറിച്ചാണല്ലോ പറയുന്നത്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ആ പ്രയോഗ ശ്രദ്ധേയമാണ്. ഉദിന് എന്ന് വല്ലാതെ സ്ഥലങ്ങളിലൊന്നും പറഞ്ഞിട്ടില്ല. പറഞ്ഞ സ്ഥലങ്ങൾ വേറെ ചില സന്ദർഭങ്ങളിലാണ്. ബക്കറനെ അറക്കാൻ പറഞ്ഞല്ലോ, അങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾ പറഞ്ഞു. പക്ഷേ ഈ കേൾവി എന്നുള്ള പ്രയോഗം, ആ പ്രയോഗം തന്നെ ശ്രദ്ധേയമായൊരു കാര്യമാണ്. കാരണം എന്താ അറിയോ, ഈ കാത് എന്നുള്ളതൊരു രൂപമാണ്, ബാഹ്യത. പക്ഷേ കേൾവി എന്നുള്ളത് ഇതുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ നമ്മുടെ കേൾവിക്ക് 3 ഭാഗമാണ്. ബാഹ്യകരണം അല്ലേ, പിന്നെ മധ്യകരണം, ആന്തരകരണം അല്ലെങ്കിൽ ആന്തരിക കരണം, രണ്ടും പറയാം. അപ്പോൾ ഇത് കാതുമായി ബന്ധപ്പെട്ടാൽ കേൾവിയുമായി ബന്ധപ്പെട്ടാണ്. അതാണ് അവിടുത്തെ ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ നമ്മൾ എന്തുകൊണ്ട് കേൾവി എന്ന് പ്രയോഗിച്ചു എന്ന് വെച്ചാൽ ഇങ്ങനെ ചില കാര്യങ്ങൾ കൂടെ അതുകൊണ്ട്. കണ്ണിലേക്ക് നമ്മൾ എത്തിയിട്ടില്ല. അപ്പോൾ ചെവിക്ക് ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ 3 പ്രധാന ഭാഗങ്ങളുണ്ടല്ലോ. ഈ ഭാഗങ്ങൾ നമ്മൾ ശരിക്കും ഓരോന്ന് പഠിക്കുകയാണെങ്കിൽ എന്തുകൊണ്ട് സമഅ് എന്ന് പ്രയോഗിച്ചു, ഉദിന് എന്ന് പ്രയോഗിക്കാതെ? അപ്പോൾ പുറത്തേക്ക് തള്ളിയ ഭാഗം എന്തിനാണ്? ഈ ശബ്ദബീജികളെ തടഞ്ഞു നിർത്താനാണല്ലോ. അത് നിർത്തിയിട്ട് ഉള്ളിലേക്ക് പറഞ്ഞേക്കണം. അതിനൊക്കെ ഉള്ളൊരു സംവിധാനമാണ് ഇത്. ഇങ്ങനെ ഉള്ളിൽ ചെന്നാലും സങ്കീർണമായ ചില അവസ്ഥകളുണ്ട്. ആ ഭാഗം ഒരുപക്ഷെ കൂടുതൽ നിങ്ങൾ പഠിച്ചവരായിരിക്കും എന്നേക്കാൾ. ഏതായിരുന്നാലും അത്രയും സങ്കീർണമായതൊക്കെ എന്നിട്ട് അത് ഓരോ സ്ഥലങ്ങളിലേക്ക് എത്തുന്നുണ്ടല്ലോ. ഈ കമ്പനങ്ങൾ പെരിനിംഫിൽ പോയി, പിന്നെ അവിടുന്ന് കോക്ലിയയിൽ പോയി, പിന്നെ തലച്ചോറിലേക്ക് പോയി, എന്നിട്ട് തലച്ചോറിലെത്തുമ്പോഴാണല്ലോ നമുക്ക് ഇന്നതാണ് പറഞ്ഞത് എന്നറിയുന്നത്. അപ്പോൾ തലച്ചോറായിട്ട് അതിന് ബന്ധമുണ്ട്. പക്ഷേ ഞാൻ പറഞ്ഞത് ഇതൊക്കെ എത്ര സെക്കൻഡിൻ്റെ ഒരു സമയത്താണ് നടക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ കേൾവിക്കാണ് പ്രധാനം എന്ന് പറയാൻ കാരണം, ഇങ്ങനെ ആകുമ്പോഴാണ് നമ്മുടെ കാത് നമുക്ക് ഉപകാരപ്പെടുന്നത് പൂർണ്ണ അർത്ഥത്തിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് കേൾവി എന്ന് പ്രയോഗിക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം അതാണ്. എന്നാൽ ഇതൊക്കെ ഇൻറ്റേണലായിട്ടാണ് സംവിധാനിച്ചിരിക്കുന്നത്. ഈ കോക്ലി നമുക്ക് കാണാൻ പറ്റില്ല, അതേപോലെ തന്നെ അതിൻ്റെ ഡയഫ്രം ഉള്ളിലുള്ള ഒന്നും നമുക്ക് കാണാൻ പറ്റില്ലല്ലോ. പക്ഷേ അവിടെയൊക്കെ ഉണ്ട് കേട്ടോ, എന്തൊക്കെയോ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനകത്തേക്ക് കോലിടുമ്പോഴും തിരിക്കുമ്പോഴും ഒക്കെ നമ്മൾ ശ്രദ്ധിക്കണം എന്നൊക്കെ പറയുന്നത് എന്തുകൊണ്ടാണ്? അത്രയും സങ്കീർണമായ സംവിധാനങ്ങളാണല്ലോ അത്. എന്നാൽ അത് പുറത്തേക്ക് കാണുകയാണെങ്കിൽ ചിലപ്പോൾ ഒരു സുഖം ഉണ്ടാവില്ല നമുക്ക്. അപ്പോൾ അതുകൊണ്ട് ഖുർആൻ നേരത്തെ പറഞ്ഞ ആയത്തിലേക്ക് അഹ്സന് ഫി അഹ്സനി തഖ്വീം, അതൊക്കെ ഇതിനകത്ത് വരുന്ന കാര്യങ്ങളാണ്. ഇനി ഇതോടൊപ്പം തന്നെ നമ്മുടെ കേൾവി അതിനൊരു പരിധിയുണ്ട്. എത്ര? 20 ഹെർട്സിനും ഞാൻ പഠിച്ചത് അങ്ങനെയാണ്, 20,000 ഹെർട്സിനും ഇടയിലുള്ളതേ നമുക്ക് കേൾക്കാൻ പറ്റുള്ളൂ. അതിൽ കുറഞ്ഞത് നമുക്ക് കേൾക്കാൻ പറ്റില്ല. കൂടുതലുള്ളതും കേട്ട പല ബുദ്ധിമുട്ടുകളുണ്ടാവും. അങ്ങനെയാണെങ്കിൽ മനുഷ്യനേക്കാൾ ഹിയറിംഗ് റേഞ്ച് ഉള്ള ഒരുപാട് ജീവികളുണ്ട്. ഇരട്ടിയൊന്നല്ല, എത്രയോ ഇരട്ടി. വവ്വാൽ, അതുപോലെ തന്നെ ഡോൾഫിൻ, ഇവക്കൊക്കെ 20 ഹെർട്സ് അല്ല, കിലോ ഹെർട്സ് മുതൽ 150 കിലോ ഹെർട്സ് വരെ കേൾക്കാൻ കഴിയുമെന്നാണ്. നമുക്കത് കഴിയില്ല. അപ്പോൾ ആ ഡയഫ്രത്തിൻ്റെ ഒക്കെ ശക്തിയും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ചില വിഷയങ്ങളിൽ കേമന്മാർ നമ്മളല്ല എന്നർത്ഥം. അങ്ങനെയാണെങ്കിലും നമ്മളെക്കാൾ കുറവുള്ള ജീവികളുണ്ട്. ഉറുമ്പിൻ്റെ ശബ്ദം ഉണ്ടോ? ഉണ്ട് എന്നുള്ളത് ശാസ്ത്രം പോലും അല്ലെങ്കിൽ സയൻസ് പോലും കണ്ടെത്തിയ 2006 എന്ന് പറഞ്ഞാൽ വളരെ അടുത്ത കാലത്താണ്. അത് ചില സൈറ്റുകളിൽ ഞാൻ നോക്കിയപ്പോൾ അങ്ങനെ മനസ്സിലായി. 2006 ദിസ് വാസ് ദ ഫസ്റ്റ്
time man was able to hear a real sound of ants. 2006 പറയുന്നത്. അതിന് മേലെ ചില കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഈ 2006 ഉറുമ്പിൻ്റെ ശരിക്കുള്ള, അതിന് മുമ്പേ മനുഷ്യൻ അത് റെക്കോർഡ് ചെയ്യാനും അതെങ്ങനെയാണ് എന്നൊക്കെ അറിയാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിലും സാധിച്ചിട്ടില്ല എന്നാണ് മനസ്സിലാകുന്നത്. 2006 അത് സാധിച്ചത്. ഉറുമ്പിൻ്റെ ശരിക്കുള്ള ശബ്ദം റെക്കോർഡ് ചെയ്യാൻ മനുഷ്യന് സാധിച്ചത്, ശാസ്ത്രജ്ഞന്മാർക്ക് സാധിച്ചത് 2006 പക്ഷേ ഈ ഉറുമ്പിൻ്റെ ശബ്ദം എന്ന് നമ്മൾ പറയുമ്പോൾ ഇപ്പം നമ്മൾ കേൾവിയെക്കുറിച്ചാണല്ലോ പറയുന്നത്. അപ്പം നമുക്ക് ഉറുമ്പിൻ്റെ സൗണ്ട് കേൾക്കാൻ കഴിയില്ല. പക്ഷേ നമുക്കെല്ലാവർക്കും അറിയാം. ഞാനൊരു ചോദ്യം ചോദിക്കാം. ഉറുമ്പിൻ്റെ ശബ്ദം കേട്ട ഒരാളുണ്ടല്ലോ, അതാരാ? സുലൈമാൻ അലൈഹിസ്സലാം. അപ്പോൾ ഖുർആൻ അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ ആ ആയത്ത് ഇപ്പോൾ സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഉറുമ്പിൻ്റെ ശബ്ദം കേട്ടു എന്ന് പറയുന്നതിനേക്കാൾ അള്ളാഹു അദ്ദേഹത്തെ കേൾപ്പിച്ചു എന്ന് പറയലായിരിക്കും ശരി. കാരണം എന്താ പറയുക, ഒരു സാധാരണ മനുഷ്യന് കേൾക്കാൻ കഴിയില്ല. അപ്പോൾ അള്ളാഹു അദ്ദേഹത്തിന് ഒരു മുഅ്ജിസത്തായി നൽകിയതാണ് അന്ന്. അപ്പോൾ അതിൽ ആയത്തിൽ പറയുന്നത് ഹത്ത ഇദ അതൗ അല വാദിന്നം, ഈ ഉറുമ്പിൻ്റെ താഴ്വരകളിൽ അദ്ദേഹം അല്ലെങ്കിൽ അവർ അവിടെ വന്നപ്പോൾ കാലത്ത് നംലത്തുൻ, ഒരു ഉറുമ്പ് പറഞ്ഞു, യാ അയ്യുഹന്നം നമൽ ഉദ്ഖുലു മസാക്കിനക്കും, ഉറുമ്പുകളെ നിങ്ങൾ എന്ത് ചെയ്തോളി, വേഗം വീട്ടിൽ കയറിക്കോളൂ. കാരണം എന്താ, ലാ യഹ്തിമന്നക്കും സുലൈമാൻ വജുനൂദു, സുലൈമാനും അദ്ദേഹത്തിൻ്റെ സൈന്യവും നിങ്ങളെ ചവിട്ടി അരക്കാതിരിക്കട്ടെ. വഹും ലാ യശൂറൂൻ, അതും കൂടെ ചേർത്ത് പറഞ്ഞിട്ടോ, അവരറിയാതെ. അങ്ങനെ പറഞ്ഞപ്പോൾ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഫതബസ്സമ ളാഹികൻ അല്ലേ മിൻ ഖൗലിഹ, അത് അദ്ദേഹം പുഞ്ചിരിച്ചു എന്നാ. അപ്പോൾ അദ്ദേഹം എന്താണ്, അത് കേട്ടത് കൊണ്ടല്ലേ പുഞ്ചിരിച്ചത്? എങ്ങനെ കേട്ടു? അദ്ദേഹത്തിന് അങ്ങനെ പ്രത്യേക കഴിവൊന്നുമില്ല. പിന്നെ അത് അള്ളാഹു അദ്ദേഹത്തെ എന്ത് ചെയ്തു, കേൾപ്പിച്ചു എന്നതാണ്. അപ്പോൾ ഉറുമ്പിന് ശബ്ദം ഉണ്ടെന്ന് നമ്മൾ ഖുർആനെ സംബന്ധിച്ച് നേരത്തെ പറഞ്ഞൊരു കാര്യമാണ്. പക്ഷെ അത് മനുഷ്യന് കേൾക്കാൻ കഴിയുന്ന അത്രയും പവറിലല്ല എന്നുള്ളതാണ്. പിന്നെ അതുമായി ബന്ധപ്പെട്ട് തന്നെ ചില പഠനങ്ങളുണ്ട്. അതായത് ഈ ഉറുമ്പുകൾ അവരെ ശബ്ദം ഉണ്ട് കേട്ടോ, പറ്റ കുറവല്ല. പക്ഷെ അവരുടെ ശബ്ദത്തിൻ്റെ ഒരു ഇപ്പോൾ പുതിയ ഒരു ഇതിൽ പറയുന്നത് എന്താ വെച്ചാൽ, ശബ്ദം നമ്മളത് വായുവിലൂടെ സഞ്ചരിക്കുകയാണെങ്കിലും ഉറുമ്പിൻ്റെ ശബ്ദം വായുവിലൂടെയും അതേപോലെ തന്നെ മണ്ണിലൂടെയും ഭൂമിയിലൂടെയും അവർ ശബ്ദങ്ങൾ ക്യാച്ച് ചെയ്യുന്നുണ്ട്, അവർ പിടിച്ചെടുക്കുന്നുണ്ട് എന്നാണ്. അപ്പോൾ അതിന് ഒരു ഡിവൈസായിട്ട് ഇപ്പോൾ ഒരു സൈറ്റിൽ ഇങ്ങനെ പറയുന്നുണ്ട്, അവർ ഈ ഉറുമ്പിന് 2 ഇതുണ്ടാവുമല്ലോ, കൊമ്പ് പോലെ 2 സാധനങ്ങൾ, അപ്പോൾ ആൻറ്റിന പോലെ, അതൊരു ഡിവൈസായിട്ട് ഈ ശബ്ദം അവർ പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അത് ഉപയോഗിക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ചില ശബ്ദങ്ങളുടെ സവിശേഷതകൾ എന്ന് പറഞ്ഞാൽ നമുക്ക് കേൾക്കാൻ പറ്റുന്നതും ആ പരിധിക്ക് താഴെയുള്ളതും നമുക്ക് തീരെ കേൾക്കാൻ കഴിയാത്തതും കേട്ടാൽ കർണപടം പൊട്ടിപ്പോകുന്നതുമൊക്കെയായ പലതരത്തിൽ റേഞ്ചിലുള്ള ശബ്ദങ്ങളുണ്ട്. പക്ഷേ വിശുദ്ധ ഖുർആന് അതൊരു ശിക്ഷയായിട്ട് ചില സന്ദർഭങ്ങളിൽ ശബ്ദമാണ് ഉപയോഗിക്കുന്നത്. അത് ഖുർആനിൽ ഒരുപാട് സ്ഥലങ്ങളിൽ പരാമർശിച്ചിട്ടുള്ള ഒരു വിഷയമാണ്. ഉദാഹരണം 1 സൂറത്ത് യാസീൻ, അതിൽ 38 മുതൽ 39 വരെയുള്ള ആയത്തുകൾ. വമാ അൻസൽനാ അലാ ഖൗമിഹി മിൻ ബഅദിഹി മിൻ ജുൻദിൻ മിനസ് സമാഇ വമാ കുന്നാ മുൻസിലീൻ. ഇതെപ്പോഴാണ് പറഞ്ഞത് അറിയോ? ഒരു ഗ്രാമക്കാരെക്കുറിച്ച്, ഒരു പട്ടണക്കാരെക്കുറിച്ച് സൂറത്ത് യാസീനിൽ പറയുന്നുണ്ടല്ലോ. ആ പട്ടണത്തിലേക്ക് അല്ലെങ്കിൽ ആ രാജ്യത്തിലേക്ക് അള്ളാഹു നബിമാരെ പറഞ്ഞയച്ചു. കാരണം എന്താ അറിയോ, 1-ലധികം നബിമാർ വന്നു. ആ ആയത്തിൽ ഫഅസ്സസ്ന ബിസാലിസിന, എന്താ അതിൻ്റെ അർത്ഥം? 3ാമത് ഒരു നബിയെ കൊണ്ടും നാം അവർക്ക് സപ്പോർട്ട് നൽകി എന്ന് പറഞ്ഞാൽ നാം അവരെ ആ കാര്യം ധരിപ്പിക്കാൻ വേണ്ടി അള്ളാഹുവിൻ്റെ ദഅവത്ത്. അപ്പോൾ ആദ്യം ഒരു പ്രവാചകൻ തള്ളി, 2ാമതും തള്ളി, 3ാമത് ആ പ്രവാചകന്മാർക്ക് സപ്പോർട്ടീവായിട്ട് അള്ളാഹു 3ാമതും പ്രവാചകനെ പറഞ്ഞു. അപ്പോൾ 3 നബിമാർ വന്നു എന്നുള്ളത് ഉറപ്പാണ്. എവിടേക്ക്? ആ സ്ഥലത്തേക്ക്. എന്നിട്ടും അവരെന്ത് ചെയ്തില്ല? സ്വീകരിച്ചില്ല. അപ്പോൾ എന്താ സംഭവിച്ചത്?
എന്താ സംഭവിച്ചേ? അല്ല, അതിൻ്റെ ഇടയിൽ ഒന്ന് സംഭവിച്ചല്ലോ. അതെ, പട്ടണത്തിൻ്റെ എന്താണ് ആയത്ത്? വജാഅ മിൻ അഖ്സൽ മദീന അല്ലേ റജുലുൻ യസ്ആ. ആരാണ് ആള് എന്നില്ല, അത് ഖുർആൻ്റെ ശൈലിയല്ല, പേര് പറയേണ്ട ആവശ്യമില്ലല്ലോ. പക്ഷേ യസ്ആ, അയാൾ ഓടിക്കൊണ്ടാട്ടോ വന്ന്. ഓടുക എന്ന് പറഞ്ഞാൽ നമ്മൾ പെരും ഓട്ടോ ഓടിയെന്നല്ല, അത് ആ ആഗ്രഹത്തോടു കൂടി ആൾ വന്നു. ഈ നബിമാരോട് ഇങ്ങനെ അവർ തർക്കിച്ചിട്ട് ഇവരെ കൊല്ലുമെന്നൊരവസ്ഥയിൽ എത്തുമ്പോഴാണ് ഇയാൾ വന്നത്. അയാൾ വന്നിട്ട് എന്താ പറഞ്ഞത്? എന്താ പറഞ്ഞേ? ഓതി ആയത്തോതി, ഞാൻ മാത്രം പറഞ്ഞ പോലെ പോത്. ഖാലയാ ഖൗം ഇത്തബിഉൽ മുർസലീൻ, നിങ്ങൾ നബിമാരെന്ത് ചെയ്യും? ഇത്തിബാവ് ചെയ്യും, പിൻപറ്റിയും. ചുരുക്കത്തിൽ അവസാനം അയാളെയും അവരെന്ത് ചെയ്തു? കൊന്നുകളഞ്ഞു എന്നാ. അപ്പം ആ മനുഷ്യൻ്റെ മനസ്സിലുള്ളൊരാഗ്രഹം പടച്ചവൻ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. കാരണം എന്താ അറിയോ? അത് അള്ളാഹു തന്നെ പറഞ്ഞു തരണം, വേറെ ആരും പറഞ്ഞു തരാനില്ല. അയാളെ അവർ കൊന്നു. ആ കഥ ചുരുക്കിയ ഖുർആൻ പറഞ്ഞു, കൊന്നു. എന്നിട്ടോ അയാളോട് അള്ളാഹു പറഞ്ഞു, ഖീല ദുഖുലിൽ ജന്ന, നീ സ്വർഗത്തിൽ കടന്നു. അത് അയാളല്ലല്ലേ പറഞ്ഞു, ആരാ പറഞ്ഞു തരുന്നേ? പടച്ചവൻ അയാളോട് പറഞ്ഞു. അപ്പോൾ അയാൾ മനസ്സിലുള്ളൊരാഗ്രഹമുണ്ട്, അതും പടച്ചവൻ തന്നെ വരുന്നത്. മരിച്ചതിന് ശേഷമാണ് ആഗ്രഹം എന്നാണ് അതിന് മനസ്സിലാകുന്നത്. എന്താ പറഞ്ഞത്? യാ ലൈത ഖൗമി, എൻ്റെ പടച്ചവനെ, അല്ലെങ്കിൽ യാ ലൈതായിരുന്നെങ്കിൽ, ഖൗമി എൻ്റെ ജനത, എന്തായിരുന്നെങ്കിൽ? എന്നെ എൻ്റെ റബ്ബ് ആദരിക്കുകയും എനിക്ക് ഈ സ്വർഗപ്രവേശനം നൽകുകയും ഒക്കെ ചെയ്ത കാര്യം എൻ്റെ ഈ ജനത അറിഞ്ഞിരുന്നെങ്കിൽ. അതൊരു വല്ലാത്ത ആത്മാർത്ഥതയാണ് അല്ലേ? നിഷ്കളങ്ക ദഅവത്തിലുള്ള നിഷ്കളങ്കതയാണ്. ഇത് മരിച്ചിട്ടും അല്ലെങ്കിൽ കൊല്ലപ്പെട്ടിട്ടും ആ ജനങ്ങൾ ഇത് അറിഞ്ഞിരുന്നെങ്കിൽ എന്നുള്ളൊരാഗ്രഹം ഉണ്ടല്ലോ. ഏതായിരുന്നാലും അത്രയും ദുഷിച്ചൊരു ജനത. എന്നിട്ട് ആ ജനതയെ പിന്നെയാണ് അള്ളാഹു പറഞ്ഞത് എന്ത്? അവരെ നശിപ്പിക്കാൻ എന്ത് ചെയ്തിട്ടില്ല അള്ളാഹു? മിൻ ജുന്ദിൻ മിനസ്സമാഇ വമാ കുന്നാ മുൻസിലിൻ, ഒരു സൈന്യത്തെയൊന്നും ഇറക്കിയിട്ടില്ല, അതിൻ്റെ ആവശ്യമില്ല. പിന്നെന്താ പറഞ്ഞത്? അത്ര എന്തിനാ പറഞ്ഞു അറിയോ? ഒരു സൈന്യത്തെ കറക്കി അവരെ നശിപ്പിച്ചു എന്ന് പറഞ്ഞാൽ അത് അവർക്കൊരു ക്രെഡിറ്റാണല്ലോ. അപ്പോൾ പടച്ചവൻ പറഞ്ഞെന്താ? ഒരു സൈന്യത്തെയൊന്നും നമ്മൾ ഇറക്കിയിട്ടില്ല. പിന്നെന്താ? ഇൻകാനത്തില്ല സ്വൈഖത്തൻ വാഹിദ, ഒറ്റ ശബ്ദം അതിനേ ഉള്ളൂ നമ്മൾ. ഇൻകാനത്തില്ല സ്വൈഹത്തൻ വാഹിദ ഫൈദാഹും ഖാമിദൂൻ, അവരങ്ങനെ ചത്തൊടുങ്ങി. എന്തുകൊണ്ടാണ് നശിപ്പിച്ചത്? സ്വൈഖത്തൻ, ഒരു ഘോര ശബ്ദം. ആ ശബ്ദം ഒരു പക്ഷേ ഇപ്പോൾ ഇതിൽ പറയുന്നത് 185 മുതൽ 200 ഡെസിബൽ, ഹെർട്സല്ല കേട്ടോ, കിലോ ഹെർട്സല്ല, ഡെസിബൽ വരെ ശബ്ദം ഉണ്ടായ നശിപ്പിക്കാൻ കഴിയും ശബ്ദം കൊണ്ട്. അതാണ് ഘോര ശബ്ദം എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ജനതയെയോ ഒരു പിന്നെ ഇപ്പോൾ ഈ ഭൂകമ്പമൊക്കെ ഉണ്ടാകുമ്പോഴോ അല്ലെങ്കിൽ അങ്ങനെ ശബ്ദം കൊണ്ട്, ഇപ്പോൾ ഇടി പൊട്ടുമ്പോഴൊക്കെ പല അങ്ങനെയുള്ള ശബ്ദം ഉണ്ടല്ലോ, അങ്ങനെയുള്ള ശബ്ദം, ഈ ശബ്ദം അധികമായ മനുഷ്യൻ ഇപ്പോൾ പല സ്ഥലങ്ങളിൽ ഖുർആനെ ശബ്ദം കൊണ്ടാണ് നശിപ്പിക്കുന്നത് പറയുന്നുണ്ട്. അതുകൊണ്ട് വേറെ ശബ്ദം കൊണ്ട് നശിക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ പേടിയോട് കൂടിയുള്ളൊരു നാശമായിരിക്കും അത്. അപ്പോൾ അതുകൊണ്ട് ഈ ആയത്തിൽ മാത്രമല്ല, അപ്പോൾ വിശുദ്ധ ഖുർആൻ സൂറത്ത് ഹൂദ് 94 അതിലും ഒരു വിഷയം പറയുന്നുണ്ട്. വലമ്മ ജാഅ അംറുന നജ്ജൈനാ ശുഐബ വല്ലദീന ആമനു മാഹു. എന്താ അവിടെ പറഞ്ഞത്? നമ്മുടെ കൽപ്പന വന്നു, അങ്ങനെ നാം രക്ഷപ്പെടുത്തി ശുഐബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെയും അദ്ദേഹത്തിൽ വിശ്വസിച്ചവരെയും ബിറഹ്മത്തിൻ മിന്ന, നമ്മളിൽ നിന്നുള്ളൊരു കാരുണ്യമായിട്ട്. വഅഖദത് അല്ലദീന ളലമു അസ്സൈഹതു, എന്താ അവിടെ പറഞ്ഞത്? അവരിൽ നിന്ന് അക്രമം പ്രവർത്തിച്ചവരെ ആ ഘോര ശബ്ദം പിടികൂടി. അപ്പോൾ എന്തായി? ഫാസ്ബഹു ഫി ദിയാരിഹിം ജാസിമീൻ, അവരവിടെ വീടുകളിൽ തന്നെ. അപ്പം വീടടക്കം തകർക്കാൻ മാത്രം ഈ ശബ്ദത്തിന് കഴിയും എന്നുള്ളതാണ്. അപ്പോൾ കാഹളത്തിലുള്ള ഊത്തിനെ കുറിച്ച് തന്നെ എന്താ പറഞ്ഞാൽ, ആ ഊത്തൊരു ശബ്ദമാണല്ലോ. അപ്പോൾ ശബ്ദം തന്നെയാണ് പ്രധാനം. അഥവാ നമ്മളെ കേൾക്കാൻ കഴിയാത്ത രൂപത്തിൽ നമ്മുടെ മുഴുവനും എന്താ പറയുക നശിപ്പിക്കുന്ന രൂപത്തിൽ അത്രയും വലിയ ശബ്ദം. അപ്പോൾ ഈ ശബ്ദം എന്ന് പറയുന്നതും ആ ശബ്ദം നമുക്ക് കേൾക്കാവുന്ന രൂപത്തിലാവുക എന്നുള്ളതൊക്കെ ഒരു അനുഗ്രഹം തന്നെയാണ്. ഇപ്പോൾ ഒരാൾ എന്തെങ്കിലും പറയാം, നമ്മൾ കേട്ടില്ലെങ്കിൽ നമ്മൾ പറയും കേൾക്കണില്ല എന്ന് പറയും. നമ്മളൊരു ക്ലാസ്സിലിരിക്കുകയാണ്, ശബ്ദം വലിയ
കേൾക്കാൻ നമുക്കൊരു സുഖം അല്ലെങ്കിൽ തന്നെ ആ ക്ലാസ് എന്ത് ചെയ്യില്ല, ഒരു സുഖം കിട്ടൂലല്ലോ. എന്നാൽ ഒരാളിങ്ങനെ അട്ടാസിച്ച് കൊടുത്ത് അങ്ങനെ പ്രസംഗിച്ച ആണ്ട് വന്നാൽ അതും സുഖം കിട്ടില്ല. അപ്പോൾ ഇതിനൊക്കെ ഒരു പരിധി, ആ നേരത്തെ പറഞ്ഞ ആ പരിധിക്കകത്ത് ഇങ്ങനെ നമുക്ക് ആവശ്യമായ രൂപത്തിലൊക്കെ ആകുമ്പോഴാണല്ലോ ഇതിന് പിന്നെ എന്താ പറയുക, ഒരു സുഖം കിട്ടുക. അപ്പോഴാണത് യഥാർത്ഥത്തിൽ നിഅമത്താവുക. ഈ നിഅമത്ത് വല്ലാതെ കൂടുമ്പോൾ ആ പറഞ്ഞ കാര്യമാണ് ഇപ്പോൾ അത്. അപ്പോൾ അത് അതിൻ്റേതായ രീതിയിലായിരിക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെയാണ് വിശുദ്ധ ഖുർആൻ സൂറത്ത് യാസീൻ 48-49 ഞാൻ വായിക്കുന്നില്ല. അങ്ങനെ നിങ്ങൾ നോക്കേണ്ടവർക്ക് അത് പിന്നീട് നോക്കാമെന്നർത്ഥം. ചുരുക്കത്തിൽ ഇങ്ങനെ ഒരുപാട് ശബ്ദവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ കേൾവിയുമായി ബന്ധപ്പെട്ട് ഈ കേൾവിയുണ്ട് നഷ്ടപ്പെടുന്നൊരവസ്ഥയാണല്ലോ ഈ ഘോര ശബ്ദം ഉണ്ടാവുക. അതോടെ എല്ലാം നശിക്കുകയാണ്, കേൾവി മാത്രമല്ലല്ലോ. അതാണ് ഇവിടെ ഖുർആൻ സൂചിപ്പിക്കുന്നത്. ഇപ്പോൾ ചെവിക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കേൾവി മാത്രമല്ല, നേരത്തെ പറഞ്ഞല്ലോ ബാലൻസിങ് കൂടെ ഉണ്ട് എന്ന്. അപ്പോൾ അത് ഇപ്പോൾ ഏകദേശം എല്ലാവർക്കും അറിയാം എന്ന് പറഞ്ഞാൽ സെൻസ് ഓഫ് ബാലൻസ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതും ചെവിയുടെ ഒരു ധർമ്മം തന്നെയാണ്. അത് കൃത്യമായ ബാലൻസിങ് അല്ലെങ്കിൽ നമുക്ക് തലചുറ്റലുണ്ടാകുന്നു, മറ്റു പല പ്രശ്നങ്ങളുണ്ടാകുന്നു എന്നുള്ളതൊക്കെ ഇന്നിപ്പോൾ എല്ലാവർക്കും അറിയുന്നൊരു കാര്യമാണ്. അപ്പോൾ മുമ്പ് അറിയാത്തതാണ്, ഇന്ന് നമുക്ക് അറിയുന്നു. അങ്ങനെ ഇനിയും ആഴത്തിൽ ചെവിയുമായുള്ള പഠനങ്ങളൊക്കെ നടക്കുമ്പോൾ യഥാർത്ഥത്തിൽ ഇനിയും അത്തരം കാര്യങ്ങൾ നമുക്കറിയാൻ കഴിയും. ഇപ്പോൾ ഇതിൽ നിന്നൊക്കെ ഞാൻ ഉദ്ദേശിച്ചൊരു കാര്യം എന്താ അറിയോ, ഈ കേൾവി എന്ന് പറഞ്ഞാൽ ഇതൊരു നിഅമത്താണ്. എല്ലാ നിഅമത്ത് തന്നെയാണെങ്കിലും കേൾവി എന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആ നിഅമത്ത്, അത് നമ്മൾ അള്ളാഹു നിഅമത്തുകളെക്കുറിച്ച് ചോദ്യം ചെയ്യും എന്ന് പറഞ്ഞിട്ടുണ്ട്. എവിടെയാണ് പറഞ്ഞത്? ആർക്കറിയാം? യെസ്, സുമ്മ ലതുസ്അലുന്ന യൗമ ഇദിൻ അനിൻ നഈം. അത് ഏതെങ്കിലും ഒരു പ്രത്യേക നിയമത്തല്ല, എല്ലാ നിയമത്തും. ആ ആയത്ത് നബി തിരുമേനി ഒരു സന്ദർഭത്തിനനുസരിച്ച് ഓതിയ സമയം ഒരു ചരിത്രമാണ്. അതാർക്കെങ്കിലും അറിയാലോ? ഓക്കെ, ആ മതി. അപ്പോൾ എല്ലാവർക്കും ഓർമ്മ ഉണ്ടായാൽ മതി. കാരണം എന്താ പറയുക, ഈ നിയമത്ത് ഇങ്ങനെ അപ്പോൾ ആ നിയമത്ത് മാത്രമല്ല എല്ലാ നിയമത്തും ചോദ്യം ചെയ്യപ്പെടുന്നതാണ്. അള്ളാഹു നമുക്ക് അങ്ങനെ നൽകിയിട്ടുള്ള എല്ലാം ചോദ്യം. അതെന്താ അതിന് കാരണം എന്ന് വെച്ചാൽ ഇതൊക്കെ യഥാർത്ഥത്തിലൊരു അമാനത്താണ്. അമാനത്തുകളാണ് യഥാർത്ഥത്തിൽ എന്ത് ചെയ്യുക, ചോദ്യം ചെയ്യപ്പെടുക. അമാനത്ത് എന്താണെങ്കിലും അതൊക്കെ ചോദ്യം ചെയ്യപ്പെടും എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ മക്കൾ, അതുപോലെ തന്നെ നമ്മുടെ ജോലി, നമ്മുടെ മറ്റ് സൗകര്യങ്ങൾ ഒക്കെ. അപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞു വന്നത്, ഈ കേൾവി അള്ളാഹു നമുക്ക് നൽകിയത് എല്ലാം കേൾക്കാനല്ല, കേൾക്കേണ്ടത് കേൾക്കാനാണ്. കണ്ണ് അള്ളാഹു നൽകിയത് എല്ലാം കാണാനല്ല, കാണേണ്ടത് കാണാനാണ്. അപ്പോൾ അതെ, അതുണ്ട്, അതും അതിൻ്റെ ഒരു ഭാഗം തന്നെയാണ്, കേൾക്കാതിരിക്കുക, കാണാതിരിക്കുക എന്നുള്ളത്. ശരി, അപ്പോൾ ഗീബത്ത്, നമീമത്ത് അങ്ങനെയുള്ള, അതുപോലെ നമ്മൾ അത്തരം കാര്യങ്ങൾ നമ്മൾ സാക്ഷികളാവുക. അപ്പോൾ അതുകൊണ്ടാണല്ലോ ഈ തോന്നിവാസ കാര്യങ്ങളും മറ്റൊക്കെ നടക്കുന്നിടത്തൂടെ ഇബാദുർ റഹ്മാനായ അല്ലെങ്കിൽ ആ ആളുകൾ ഇങ്ങനെ നടന്നു പോകുമ്പോൾ അവരെങ്ങനെ നടന്നു പോകുന്നതാണ് പറഞ്ഞത്. അപ്പോൾ എന്ത് തോന്നിവാസമാണെങ്കിലും അവിടെ നടക്കുമ്പോൾ അവർ മാന്യന്മാരായി നടന്നു പോകും. അവർക്കവിടെ കേൾക്കാനൊന്നുമില്ല, അവർക്കവിടെ കാണാനൊന്നുമില്ല. ഇങ്ങനെയൊക്കെ ഖുർആൻ പറയുന്നുണ്ട്. ഇനി ഈ കേൾവിയുമായി ബന്ധപ്പെട്ട് ഖുർആൻ കേൾക്കേണ്ടത് കേൾക്കാതിരുന്നാലും പ്രശ്നമാണ്, കാണേണ്ടത് കാണാതിരുന്നാലും പ്രശ്നമാണ്. കാരണം അത് ഖുർആൻ പറഞ്ഞത് അവർക്ക് കാതുകളുണ്ട്, അവർ കേൾക്കുന്നില്ല, അവർക്ക് കണ്ണുകളുണ്ട്, അവർ കാണുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ അതും കേൾവിയും അതേപോലെ തന്നെ കാഴ്ചയുമായി ബന്ധപ്പെട്ട് തന്നെയാണ്. അപ്പോൾ ചിലപ്പോൾ എന്തുണ്ട്, കാതുണ്ട് നമ്മൾ കേൾക്കുന്നില്ല, അല്ലെങ്കിൽ കാഴ്ചയുണ്ട് കാണുന്നില്ല. ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ ഈ ദുന്യാവിലുണ്ട്. അവരെ താരതമ്യം ചെയ്തത് എന്തിനോടാ? ഇല്ല, അല്ല നാം എന്നല്ല നിങ്ങൾ പറയാൻ ഉദ്ദേശിച്ച് അല്ലേ? പക്ഷേ എനിക്ക് തോന്നണത് അങ്ങനെ അവിടെ ഒരു താരതമ്യമല്ല. അല്ല നാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നൊരു കാര്യം കൂടെ പറഞ്ഞല്ലോ. അപ്പോൾ അത് പോത്തുകൾക്ക് മോശമാണ്. അവരോട് താരതമ്യം, അവർക്കിപ്പോൾ ഈ ഗ്രാഹ്യശക്തിയോ മറ്റൊന്നും ഇല്ലല്ലോ. അപ്പോൾ അതുകൊണ്ടായിരിക്കാം പടച്ചവനാണല്ലോ ഇപ്പോൾ ഏറ്റവും അധികം അറിവുള്ളവൻ. അപ്പോൾ അതുകൊണ്ട് ബൽഹും അതല്ലേ.
അപ്പോൾ അതൊരു താരതമ്യം എന്ന് പറയാൻ വയ്യ. കാരണം എന്താ വെച്ചാൽ അതിനേക്കാൾ മോശം എന്ന് പറയാൻ വേണ്ടി മാത്രം അവിടെ കന്നുകാലികളെ പറഞ്ഞു എന്നേ ഉള്ളൂ. പക്ഷേ അതിനേക്കാൾ മോശമാണെന്ന് അർത്ഥം. അപ്പോൾ ചുരുക്കത്തിൽ ഇവിടെ ഈ കേൾവിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പറയുമ്പോൾ നമ്മൾ പറഞ്ഞല്ലോ, ശ്രവണ സഹായി ഞാൻ നേരത്തെ സൂചിപ്പിച്ചൊരു കാര്യമാണ്. അതിൻ്റെ ചില കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. ഇപ്പോൾ അതിൽ പല റേഞ്ച്, ഇപ്പോൾ ഡോക്ടർമാരെ സമീപിക്കുമ്പോൾ, ഇയറിസ്റ്റിനൊക്കെ സമീപിക്കുമ്പോൾ ചില പറയും നിങ്ങൾക്ക് 50% കുറവാണ്, അല്ലെങ്കിൽ 30% കുറവാണ്. അങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ ഈ ഉപകരണം കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും? പക്ഷെ ഞാൻ അങ്ങനെ ഉപകരണങ്ങൾ ചിലർക്ക് വെക്കാൻ, ഇപ്പോൾ നമ്മളൊരു സുഹൃത്തുണ്ട്, അത് വെക്കാൻ ഡോക്ടർ പറഞ്ഞിട്ട് വെക്കുന്നില്ല. കാരണം അതിവിടെ ഇങ്ങനെ വെക്കണമല്ലോ. അപ്പോൾ ഒരു എന്താ പറയുക, ഒരു ആളുകളൊക്കെ കാണുമല്ലോ എന്നുള്ള ഒരു ഇതായിട്ട് അയാൾക്ക് തോന്നുകയാണ്. അത് നമുക്കാണെങ്കിൽ തോന്നും ചിലപ്പോൾ. അത് ഞാൻ പറഞ്ഞെന്തിനാ വെച്ചാൽ, എന്നാൽ അപ്പോൾ നമുക്ക് വേണമെങ്കിൽ പറയാം അയാളെ ബ്ലൂടൂത്താണ് വിചാരിച്ചോളൂ. ഇപ്പം അങ്ങനെ ഒരു സൗകര്യം ഉണ്ടല്ലോ ആ ലെവൽക്ക്. പക്ഷേ ഞാൻ പറഞ്ഞു വന്നതെന്താ വെച്ചാൽ, അത്ര പോലും ആ ശതമാനം കുറഞ്ഞാൽ പോലും ഇങ്ങനെ ഒരു ഉപകരണം വെക്കാം. അതിൻ്റെ ഒരു ചിലവ്, അതിൻ്റെ ബാറ്ററി തീർന്നാൽ അതൊക്കെ എത്ര സമയമൊക്കെയോ നിൽക്കുള്ളൂ, എത്ര മാസമോ എത്ര 1 മാസമോ അങ്ങനെയൊക്കെ. ഏതായിരുന്നാലും ഈ സംവിധാനങ്ങളൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ ഇൻറ്റേർണലാണല്ലോ അള്ളാഹു സംവിധാനിച്ചിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനൊന്നും എന്തില്ല, അതിനൊന്നും യാതൊരു എന്താ പറയുക, നമുക്ക് യാതൊരു അലോസരായിട്ട് തോന്നുന്നില്ല ഒന്നും. നല്ല ഭംഗിയിൽ അള്ളാഹു സംവിധാനിച്ചിട്ടോ. അപ്പോൾ ഖുർആൻ ഒരു സ്ഥലത്ത് പറഞ്ഞത് ഫഅഹ്സന സുവറക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. നിങ്ങളുടെ സൂറത്ത് അവൻ എന്ത് ചെയ്തിരിക്കുന്നു, ഏറ്റവും നന്നാക്കിയിരിക്കുന്നു എന്ന്. അപ്പോൾ ഇതെല്ലാം സംവിധാനിച്ച പടച്ചവൻ അങ്ങനെ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്നൊക്കെ ഞാൻ ഇപ്പോൾ അത്രയും പറഞ്ഞത് കേൾവിയെക്കുറിച്ചാണ്. അപ്പോൾ ഈ കേൾവിയെക്കുറിച്ച് ഈ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കാം. ഇനി എനിക്കൊരു കുറഞ്ഞ സമയം കൂടി മതി. എൻ്റെ കാഴ്ചയിൽ ഇപ്പോൾ സമയം ആയിക്കണല്ലോ അല്ലേ എൻ്റെ? അപ്പോൾ ആയിക്കോട്ടെ, അൽഹംദുലില്ലാ. അതല്ലേ പിന്നെ അടുത്ത ആഴ്ച വരാൻ എൻ്റെ ലീവ് തീരുകയാണ്. ഞാൻ ഒരു പ്രവാസിയാണ്. അപ്പോൾ പിന്നെ അതാണ് അതിൽ വിഷയം. ഏതായാലും ഈ പറഞ്ഞ അത്രയും കാര്യങ്ങൾ നമ്മൾ ഇതിപ്പോൾ ഇതൊന്നുമല്ല, നിങ്ങൾ കൂടുതൽ ഇതൊരു സൂചന മാത്രം. അപ്പോൾ ഞാനിങ്ങനെ ഇവിടെ വന്നിട്ട് ഇപ്പോൾ ഈ വിഷയത്തിൽ കൂടുതൽ പഠിക്കാനൊന്നും ഇപ്പോൾ എനിക്ക് സമയം കഴിയും. കാരണം നമ്മൾ കുറഞ്ഞ ലീവിന് വരുന്ന ആളാണല്ലോ. അപ്പോൾ അതിൽ വിഷയം പറഞ്ഞതിന് ശേഷം ഞാൻ നോക്കി വെച്ച ചില കാര്യങ്ങൾ നിങ്ങളോട് പങ്കുവച്ചു എന്നുള്ളതാണ്. പിന്നെ കണ്ണിനെക്കുറിച്ച് കൂടുതൽ പറയണം, ഞാൻ സമയമില്ല. പക്ഷേ ഏതായിരുന്നാലും 1-2 കാര്യങ്ങൾ പറയാം. അപ്പം വിഷയത്തിൽ വന്നതാണല്ലോ. അപ്പോൾ കണ്ണ് എന്ന് പറഞ്ഞാൽ നമ്മൾ ശരിക്കൊന്ന് ആലോചിച്ച് നോക്കിയാൽ ഒരു മനുഷ്യൻ്റെ ശരീരത്തിലെ ഏറ്റവും ഭംഗിയുള്ളത് ഏതാന്ന് ചോദിച്ചാൽ എന്താ? ഞാൻ ഇപ്പോൾ കണ്ണിനെ പറ്റി പറഞ്ഞുകൊണ്ട് കണ്ണ് എന്ന് പറയണ്ട. മൂക്കാണെങ്കിൽ മൂക്ക് പറഞ്ഞോളൂ, പല്ലാണെങ്കിൽ പല്ല് പറഞ്ഞോളൂ, മുഖം അല്ല ഒരവയവത്തെ പറ്റി ചോദിച്ചു. കണ്ണാണ്. അതെങ്ങനെ ഞങ്ങൾക്ക് എനിക്കൊരു തെളിയിച്ചു തരാൻ പറ്റും? എങ്ങനെ അതെന്ന് പറഞ്ഞാൽ ഒരു ഉദാഹരണത്തിലൂടെ അതാണ് എന്ന് വ്യക്തമാക്കി തരാൻ പറ്റും. ഒന്നും വേണ്ട, ഒരു സാധാരണ ഉദാഹരണം. വെള്ളത്തിൽ 3 ദിവസം മുമ്പ് വെള്ളത്തിൽ പോയി ഒരാളെ കിട്ടി. അയാളെ കിട്ടി കരക്ക് അടുപ്പിച്ച സമയത്ത് ഒരിക്കലെങ്കിലും കണ്ട ഒരാൾ ആരെങ്കിലും ഉണ്ടോ? അങ്ങനത്തെ ഒരു ബോഡി കിട്ടിയ ആളെ ഇല്ല. കണ്ണ് പോയ മയ്യത്തിനെ കണ്ടാരെങ്കിലും ഉണ്ടോ? അതിനൊന്ന് കണ്ടു നോക്കേണ്ടി. ചിലപ്പോൾ അന്നും പിറ്റേന്നൊന്നും ചോറുന്നില്ല. അവിടെ ഇങ്ങനെ അങ്ങനെ എടുത്തു പോയ അതായിരിക്കും ഏറ്റവും വികൃതമായിട്ടുള്ള രംഗം. ഇനിയിപ്പോൾ ഏറ്റവും സംശയം ഖബറൊക്കെ ഈ പോസ്റ്റ്മോർട്ടത്തിന് പിന്നെ 2ാമത് കേസൊക്കെ ആയി അങ്ങനെ മാന്തി എടുത്തതൊക്കെ ഉണ്ടാകുമല്ലോ. അതൊക്കെ ഒന്ന് പോയി പറ്റുമെങ്കിൽ ഒന്ന് കണ്ടു നോക്കാം. എന്തിനാ കാണാൻ ഞാൻ പറയുന്നറിയോ? നമ്മളൊക്കെ എത്ര സുന്ദരന്മാരാണ് ഇതിലെ നടന്നിരുന്നത്. ഇപ്പോഴല്ലേ കള്ളി വിളിച്ചതായെന്ന് തോന്നും. അതാണ് തഴവൻ്റെ ഒരു പാട്ടിൽ പറയുന്നുണ്ടേ, നമ്മളങ്ങനെ മറമാടിക്കഴിഞ്ഞാൽ അതിലിങ്ങനെ അയാളൊരു ബെയ്ത്തിൽ പറയാം. സംഭവം തഴവാണെങ്കിലും പറയൽ കാര്യമുണ്ട്. അതിലിങ്ങനെ പറയുന്നത്, സുഹൃത്തുക്കളെ 3 ദിവസം കൊണ്ട് നമുക്കുള്ള നേത്രം പോകുമേ അത് രണ്ടും, നോക്കുന്ന പക്ഷം കാണുമേ ഗുഹ 2, കാണുന്ന പക്ഷം മണ്ടുമേ ഭയം കൊണ്ട്.
അങ്ങനെ എനിക്കൊരവസ്ഥ, അത്ര വലിയ മഴയ. അപ്പോൾ ഈ 2 കണ്ണ് ഇവിടുന്ന് പോയാൽ നമ്മളാകെ പേടിപ്പെടുത്തും, വികൃതമാകും മുഖം. നേരെ മറിച്ച് നമ്മളൊരു ചെവി ഇല്ലെങ്കിൽ വലിയ കുഴപ്പമൊന്നും തോന്നില്ല അല്ലേ? 2 ചെവി ഇല്ലാത്ത ഒരാളെ എപ്പോഴും നമ്മൾ കാണുന്നുണ്ട്. 2 കണ്ണും ഇവിടെ ഒരു കുഴിയായിട്ടുള്ള ആരെങ്കിലും നിങ്ങൾ കണ്ടു നോക്കണോ? എവിടുന്ന് കണ്ടിട്ടുണ്ടോ? കണ്ടാൽ പിന്നെ നിങ്ങൾ ആ വൈക്ക് പോവില്ല. കാരണം എന്താ വെച്ചാൽ രാത്രിയും കാണും ചിലപ്പോൾ നമ്മളത്. ചുരുക്കത്തിൽ എന്താ പറയുക, അത് അത്രയും പേടിപ്പെടുത്തുന്നതാണ്. ഈ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, വെള്ളത്തിൽ നമ്മൾ ചില ഫോട്ടോസിലൊക്കെ കണ്ട രംഗങ്ങളാണത്. അത്രയും. അപ്പോൾ നമുക്കിങ്ങനെ തോന്നും, ഇത്രയും വികൃതനാണോ ഞാൻ എന്ന് തോന്നിപ്പോയി കണ്ണില്ലെങ്കിൽ. അതാണ്. പക്ഷേ അതുകൊണ്ടാണല്ലോ ഒരു ഹദീസിൽ വന്നിട്ടുണ്ട്, ഈ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടകരമായ ഹബീബത്താനി എന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ട്. എന്തിനെ അറിയോ? കണ്ണിനെ. ഒരു ഹദീസിൽ ഇങ്ങനെ പറയുന്നുണ്ട്, യഖൂലുല്ലാഹ് ഇദാ അഖദതു കരീമത്തൈ അബ്ദി ഫസബറ. അള്ളാഹു പറയാണ്, അത് ഒരു ഖുദ്സിയായ ഹദീസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം, എൻ്റെ ദാസൻ്റെ അല്ലെങ്കിൽ അവൻ്റെ 2 കരീമത്തായ, വേറെ ചില ഹബീബത്തെ പ്രിയങ്കരമായ ആ 2 നാം എടുത്ത് അയാളെ പരീക്ഷിച്ചാൽ, അങ്ങനെ പരീക്ഷിക്കപ്പെട്ട ഒരാൾക്ക് ഞാൻ സ്വർഗം നൽകാതിരിക്കുകയില്ല. ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ആ 2 പ്രയോഗിച്ച ഹബീബത്തെ എന്നും കരീമത്തെ എന്നും. അത് എന്തിനെ പറ്റി അറിയോ? കണ്ണിന്. അപ്പോൾ ഈ കണ്ണ് ഒരു പ്രധാനപ്പെട്ട വിഷയം തന്നെയാണ്. കാതിനെ പറ്റി പറഞ്ഞ് കണ്ണൊന്നും അല്ല എന്ന് വരുത്താനല്ല, കണ്ണിന് കണ്ണിൻ്റേതായ ചില കാര്യങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ വിശുദ്ധ ഖുർആനിൽ ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ കണ്ണ്, ഈ കണ്ണുമായി ബന്ധപ്പെട്ട് ഒരുപാട് ആയത്തുകൾ പരാമർശിച്ചിടത്തൊക്കെ ഐന് എന്നല്ല പറഞ്ഞിട്ടുള്ളത്. പിന്നെന്താ? ബസർ. പിന്നെ വേറൊരു പ്രയോഗം എന്താ? ബസീറത്താണ്. അതിന് വേറൊരു അർത്ഥമുണ്ട്. ഈ കാഴ്ചയുടെ അർത്ഥമല്ല അതിന് വേറെ, ഉൾക്കാഴ്ച. അപ്പോൾ ഇങ്ങനെയൊക്കെ ഈ കാഴ്ചയുമായി ബന്ധപ്പെട്ട് വിശുദ്ധ ഖുർആനിലുണ്ട്. അപ്പോൾ നമുക്ക് ഇതില്ലാതിരിക്കുമ്പോഴാണ് നേരെ ഇതിൻ്റെയൊക്കെ അനുഗ്രഹത്തെക്കുറിച്ച്. അപ്പോൾ ഇയാൾ ഒരു കോട്ടുണ്ട് ഷേക്സ്പിയറിൻ്റെ. അദ്ദേഹം പറഞ്ഞതെന്നറിയാം, ഈ കണ്ണിൻ്റെ വിഷയത്തിലല്ല, നമുക്ക് ആ ഉദാഹരണം, ഷൂവിന് വേണ്ടി പല തവണ ഞാൻ കരഞ്ഞിട്ടുണ്ട്, പക്ഷേ കാലില്ലാത്തവരെ കണ്ടപ്പോൾ ഞാൻ കരച്ചിൽ നിർത്തി എന്ന് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ കണ്ണ് ഇല്ലാത്ത ആളുകളെ കാണുമ്പോൾ നമ്മളെ കണ്ണിൻ്റെ നമുക്ക് എന്ത് ചെയ്യുള്ളൂ? അറിയുള്ളൂ. അപ്പോൾ ഓരോ അനുഗ്രഹങ്ങൾ, ഞാൻ പറഞ്ഞു വന്നതിൻ്റെ ചുരുക്കം, ഓരോ അനുഗ്രഹങ്ങളെയും നമ്മൾ തിരിച്ചറിയുമ്പോഴാണ് നമുക്ക് എന്തുണ്ടാവുക? യഥാർത്ഥത്തിൽ അതിൻ്റെ വില അറിയാൻ പറ്റുള്ളൂ. ഓരോന്നിനെ പറ്റിയും കൃത്യമായും സൂക്ഷ്മമായും നമ്മൾ അറിയുക. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കണ്ണ് ബസ് കയറിയ ആളെ കഥ പറഞ്ഞല്ലോ. അപ്പോൾ നമുക്ക് അള്ള കണ്ണ് തന്നില്ലേ നമ്മൾ ചിന്തിക്കുക. അയാൾ 2ാമത്തെ ആൾ പാട്ട് പാടി ആ ആളുകളെ ബോധ്യപ്പെടുത്തിയൊരു കാര്യം എന്താ അറിയുക? നമ്മൾ അനുഗ്രഹങ്ങളെക്കുറിച്ച് നമ്മളെ തന്നെ ചിന്തിപ്പിക്കുകയാണ്. അങ്ങനെ ചിന്തിപ്പിക്കുമ്പോഴാണ് നമുക്ക് നന്മ ചെയ്യാൻ കഴിയുക. അതുകൊണ്ടാണ് ആളുകൾ പൈസ കൊടുത്തത്. നമുക്ക് 2 കണ്ണ്, ഇയാളുണ്ടെങ്കിൽ ഇപ്പം ഇങ്ങനെ ചോദിക്കൂലല്ലോ എന്നൊരു ബോധ്യം അവരിൽ ഉണ്ടാക്കി ആ പാട്ടിലൂടെ. അപ്പോൾ എല്ലാവരും, ആദ്യത്തെ ആൾക്കും തീരും കാണില്ല, 2 കണ്ണും കാണാത്ത ആളാണ്, അയാൾക്ക് 1-2 ആളാണ് പൈസ കൊടുത്ത്. ബാക്കിയുള്ള ആ പാട്ട് കേട്ട് 2ാമത്തെ ആൾക്ക് എല്ലാവരും പൈസ കൊടുത്തു. ഞാനും കൊടുത്തിട്ടോ. അതെന്തേ കാരണം എന്നറിയാം? ഇതാണ്. അപ്പോൾ ഇതിൽ ഇത്രേ പറയാനുള്ളൂ. അവസാനമായി ഖുർആൻ ഒരു സ്ഥലത്ത് പറയുന്നുണ്ട്, വദക്കിർ ഫഇന്ന ദിക്റ തൻഫഉൽ മുഅ്മിനീൻ. അവരെ ഉത്ബോധിപ്പിക്കുക. ഉത്ബോധനം അവർക്ക് ഗുണം ചെയ്യും. ആർക്ക്? സത്യവിശ്വാസികളെ പറ്റിയാണ് പറയുന്നത്. അവരെ ഉത്ബോധിപ്പിച്ചു കൊണ്ടിരിക്കണം. അപ്പോൾ എന്തിനാണ് നമ്മളിങ്ങനെ ഈ കേൾക്കണ് വീണ്ടും ഞാനൊക്കെ എത്രയോ കാലം അങ്ങനെ ചിന്തിക്കേണ്ട ആവശ്യമില്ല എന്നാ. കാരണം എന്താ പറയുക, നമ്മൾ കേട്ടതൊക്കെ ചിലപ്പോൾ മറക്കും. ഖുർആൻ പറയാം ഉത്ബോധിപ്പിക്കുക എന്ന് പറഞ്ഞാൽ എന്താ പറയുക, പുതിയതൊന്നും പറഞ്ഞു കൊടുക്കില്ല. നമുക്ക് അറിയാം, പക്ഷേ അത് ചിലപ്പം മറന്നു പോവുകയോ അതിനെക്കുറിച്ച് ഓർക്കാതിരിക്കുകയോ ചെയ്യുക. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് എന്ത് ചെയ്യുക? ഓർമ്മപ്പെടുത്തുക. അത് നബിയോട് അള്ളാഹു പറഞ്ഞൊരു കാര്യമാണ്. അപ്പോൾ നമ്മളെക്കാൾ ശ്രേഷ്ഠരായ സഹാബത്തിനെ നബി തിരുമേനി എന്ത് ചെയ്തു? ഇടയ്ക്കിടയ്ക്ക് എന്ത് ചെയ്തിരുന്നു? ഓർമ്മിപ്പിച്ചിരുന്നു. ഒരാൾ നമ്മളെ ഓർമ്മപ്പെടുത്താൻ എപ്പോഴും വേണം. അതെന്ത് ചെയ്യും എന്നാണ് പറഞ്ഞത്? തൻഫഉൽ മുഅ്മിനീങ്ങൾക്ക് അതെന്ത് ചെയ്യും? ഉപകാരപ്പെടും. അപ്പോൾ അതുകൊണ്ട് തന്നെ
നമ്മൾ നമ്മുടെ അവയവങ്ങളെക്കുറിച്ചും അള്ളാഹു തന്ന നിഅമത്തുകളെക്കുറിച്ചും ഇടയ്ക്കിടയ്ക്ക് നമ്മൾ എന്ത് ചെയ്യുക? ഓർമ്മിക്കുക, അതിനെക്കുറിച്ച് കൂടുതൽ അറിയുക, കൂടുതൽ പഠിക്കുക. അങ്ങനെ പഠിക്കുമ്പോൾ ഈ അനുഗ്രഹങ്ങളുടെ വിലയും നിലയുമൊക്കെ നമുക്കറിയാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ കൂടുതൽ അള്ളാഹുവിനെ അറിയാനുള്ള ശ്രമങ്ങൾ നമ്മൾ നടത്തുക. അള്ളാഹു അവനെ കൂടുതൽ അറിയാനും പഠിക്കാനും മനസ്സിലാക്കാനുമുള്ള തൗഫീഖ് നമുക്കെല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാവട്ടെ. അതിനുള്ള ഒരു സമയവും അതിനുള്ള മനസ്സും അതുപോലെ തന്നെ അത് പരലോകത്തേക്ക് നമുക്ക് ഉപകാരപ്പെടുന്ന രൂപത്തിൽ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. അവൻ്റെ അനുഗ്രഹങ്ങളെക്കുറിച്ച് നാളെ പരലോകത്ത് ചോദ്യം ചെയ്യപ്പെടുന്ന സന്ദർഭത്തിൽ കൃത്യമായി അവക്ക് ഇജാബത്ത് നൽകാൻ, ഉത്തരം നൽകാൻ അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. വാഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.